ആ ഒരു മഹാ തിന്മ നടക്കാൻ പോകുന്ന സമയം ആ പെണ്ണ് വറവറക്കാൻ തുടങ്ങി. അവൾ നിലവിളിച്ച് കരയാൻ തുടങ്ങി. യൗവനത്തിന്റെ ആ ഒരു ചൂടിലും ഊഷ്മളതയിലും നിൽക്കുമ്പോൾ തിന്മയുടെ രസം, അതിന്റെ പിറകെ വരുന്ന അദാബിനെ മറപ്പിച്ചു കളയുന്നത് സ്വാഭാവികം. ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാറു. ഏതൊരു തിന്മയ്ക്ക് ശേഷവും വരാനുള്ളത് ശിക്ഷയാണെങ്കിൽ ആ തിന്മയ്ക്ക് എന്ത് ആനന്ദം. ആ പെണ്ണ് വിറക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. മാ യുബ്കീകി, എന്തിനാണ് നീ കരയുന്നത് എന്ന് അയാൾ ചോദിച്ചു. ഈ ചരിത്രം പറഞ്ഞു തരുന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ പറഞ്ഞു, ഹാദാ അംറുൻ മാ ഫഅൽതുഹു ഖത്തു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത തിന്മയാണിത്. വഇന്നമാ ഫഅൽതുഹുൽ ആന ലിൽ ഹാജ. ഞാനിത് ചെയ്യുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്. ദാരിദ്ര്യമില്ലായിരുന്നുവെങ്കിൽ ഞാനിത് ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞു പൊട്ടിക്കരയുകയാണവൾ. ഒരു തിന്മ നടക്കുമ്പോൾ ആ തിന്മ ആസ്വദിക്കുന്നതും ആ തിന്മയിൽ പേടിക്കുന്നതും രണ്ടും രണ്ടല്ലയോ. ഫഅഖ്ബല അലാ നഫ്സിഹി യുവബ്ബിഹുഹാ. ഒരു തിന്മ അയാൾ ആഗ്രഹിച്ചത്, വർഷങ്ങളോളം ഇവളുടെ പിന്നാലെ നടന്നിട്ട് കിട്ടാത്തത് സാധ്യമായപ്പോൾ ഈ പെണ്ണിന്റെ കരച്ചിൽ കേട്ടപ്പോ കിഫിലിന്റെ മനസ്സിനെന്തോ ചില ചിന്തകൾ കോറിയിടുകയാണ്. അയാൾ ചിന്തിച്ചു പോയി, റബ്ബേ, ഒരു തിന്മയും ഒഴിവാക്കാതെ നടക്കുന്ന ഞാൻ, മദ്യപാനം എൻ്റെ ശീലം, വ്യഭിചാരം പറ്റുന്നിടത്ത് മുഴുവനും അങ്ങനെ തിന്മകൾ എൻ്റെ കൂടപ്പിറപ്പ്, അങ്ങനെ നടക്കുന്ന ഞാൻ, ലാ അബ്കി, എനിക്കെന്താണ് കരച്ചിൽ വരാത്തത്? വഹാദിഹിൽ മർഅ, ഈ പെണ്ണാണെങ്കിലോ മാ ഫഅലത് മഅസിയതൻ ഖത്തു, ഇപ്പോഴും കന്യകയായി നടക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ട് നടക്കുന്ന ഈ പെണ്ണ്, അവളാണെങ്കിലോ പൊട്ടിക്കരയുകയാണ്. ഞാനല്ലയോ അവളെക്കാളും അള്ളാഹുവേ നിന്നെ പേടിക്കേണ്ടത്? തിന്മ ചെയ്യുന്ന ഞാനല്ലയോ പേടിക്കേണ്ടത്? അവൾ പേടിക്കുന്നു, അവളൊന്നും ചെയ്തിട്ടില്ല, ഞാനാണ് തിന്മ ചെയ്യാൻ വന്നത്. അവിടുന്ന് എഴുന്നേറ്റു. തൗബ ചെയ്തുകൊണ്ട് മടങ്ങി അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റെന്ന് മാത്രല്ല, നോക്കണം, അല്ലാഹു ആ കിഫിലിന്റെ മരണം അവിടെ നടത്തി കൊടുത്തു. അവിടെ വെച്ച് മരിക്കുകയാണ് കിഫിൽ. കിഫിലിന്റെ ജനാസ എടുക്കാൻ വന്ന ആളുകൾ, കിഫിലിനെ കുളിപ്പിക്കാൻ വരുന്ന ആളുകൾ, കിഫിലിന്റെ വീട്ടുകാർക്ക് ആശ്വാസം നൽകാൻ വരുന്ന മുഅസ്സികളായ ആളുകൾ, അവർ മുഴുവനും കാണുന്നു, മക്തൂബൻ അലാ ബാബിഹി, വീടിന്റെ വാതിലിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇന്നല്ലാഹ തആല ഗഫറ ലിൽ കിഫിൽ, അല്ലാഹു കിഫിലിന് പുറത്തു കൊടുത്തിരിക്കുന്നു. ആരും എഴുതി വെച്ചതല്ല, അവിടെ ഒരു ഉല്ലേഖനം ചെയ്യപ്പെട്ടത് ആളുകൾ കണ്ടുകൊണ്ട് കണ്ടുവന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സംഭവിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായി ഖബറിലേക്ക് മഹാന്റെ ജനാസ ഇറക്കി വെക്കുമ്പോൾ ഹാദാ ഫിദാഉക മിനന്നാർ എന്ന് പറഞ്ഞ ഒരു റുക്അ, ഒരു തോലിന്റെ കഷ്ണം പാറി വന്ന് വീണിട്ടുണ്ടായിരുന്നു ഖബറിൽ. ഇത് നിങ്ങൾക്ക് നരകം ഹറാമാണ് എന്ന് വിളിച്ചറിയിക്കുന്ന അറിയിപ്പാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു കഷ്ണം തോൽ കഷ്ണത്തോടുകൂടെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അവിടെ ജനാസ മറവ് ചെയ്തിരുന്നത്. ഹാദാ ഫിദാഉക മിനന്നാർ, ഹാദാ ഫിദാഉക മിനന്നാർ. ചില അറിയിപ്പുകൾ അല്ലാഹു നൽകും. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് ഇതുപോലൊരു പക്ഷിയുടെ ചരിത്രമുണ്ട്. അതായിരുന്നാലും അതൊക്കെ വളരെ സ്വഹീഹായ സംഭവങ്ങളാണ്. നോക്കണം, ഇന്നല്ലാഹ തആല ഗഫറ ലിൽ കിഫിൽ, കിഫിലിന് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. ഈ ത്യാഗം ചെറിയ ത്യാഗമല്ല. എന്തുകൊണ്ട് പുറത്തു? സ്വന്തം ശരീരം ഇഷ്ടപ്പെടുന്നത്, സാഹചര്യം അനുകൂലം, ആരോഗ്യമുണ്ട്, ആരും കുറ്റപ്പെടുത്താനില്ല, ഒരു ഗുണ്ടയായി നടക്കുന്ന ആളാണ്, ആരും ചോദ്യം ചെയ്യാൻ പോകാറില്ല. അങ്ങനത്തെ ഒരാൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഓടുകയാണ്. പടച്ചവനെ പൊറുക്കണേ, അള്ളാഹുവെ മാപ്പുതരണേ, പടച്ചവനെ മാപ്പുതരണേ എന്ന് പറഞ്ഞിട്ട്. ആ ഒരൊറ്റ നന്മയുടെ പേരിൽ കഴിഞ്ഞ കാലങ്ങളിൽ അയാൾ ചെയ്ത തെറ്റുകൾ, അയാളുടെ പശ്ചാത്താപം കൊണ്ട് അള്ളാഹു സ്വീകരിച്ചുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ തങ്ങൾ ഈ ഹദീസ് പറഞ്ഞിരുന്നത്? എന്തിനാണ് ഈ ഹദീസ് നമ്മളോട് പറഞ്ഞു തരുന്നത്? തിന്മകളിലൂടെ ജീവിക്കുന്ന ഒരാൾക്ക് നന്മയുടെ സ്വലാഹിന്റെ
സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് മാറി സഞ്ചരിക്കാൻ ഏതാനും സെക്കൻഡുകളെ വേണ്ടൂ. സെക്കൻഡുകൾ അത്രേ വേണ്ടൂ. അല്ലാഹു സ്വീകരിച്ചാൽ അത്ര മതി. ലോകാവസാനത്തിന്റെ മുമ്പ് വരാൻ പോകുന്ന ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു, അവരുടെ പേരും നാടും ഒക്കെ പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല, ഒരു രാത്രിയിലും ഒരു പകലിലും 24 മണിക്കൂർ കൊണ്ടാണ് ഖിലാഫത്തിന്റെ യോഗ്യതയുള്ള മഹാനായ അബ്ദുല്ലാഹിബ്നു മുഹമ്മദുൽ മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ മഹ്ദി എന്ന് പറയപ്പെടുന്ന ഈ മഹാനെ അല്ലാഹു ഖിലാഫത്തിന്റെ യോഗ്യതയിലേക്ക് ഉയർത്തുന്നത് 24 മണിക്കൂർ കൊണ്ടാണ്. അതുവരെ ഇമാം മഹ്ദിക്ക് പോലും അറിയില്ല അവര് മഹ്ദിയാണെന്ന്. ഇമാം മഹ്ദി വരുന്നത് അറബ് രാജ്യത്ത് നിന്നല്ല എന്നാണ് പ്രബലമായ ഹദീസ് പ്രകാരം. إذا رأيتم الرايات السود من قبل خراسان فاقبلوهم فإن فيهم الإمام المهدي. ഖുറാസാനിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ഇറാനിന്റെ മേൽഭാഗം, ഇറാൻ തന്നെ അറബിയല്ല, പേർഷ്യനാണ്. അതിന്റെ മേൽഭാഗം എന്ന് പറഞ്ഞ അഫ്ഗാൻ ആവാം, ഉസ്ബെക്കിസ്ഥാൻ ആവാം, തുർക്ക്മെനിസ്ഥാൻ ആവാം, കസാക്കിസ്ഥാൻ ആവാം. എന്റെ പേര് പോലോത്തതാണ് അവരുടെ പേര്, എന്റെ ഉപ്പയുടെ പേരാണ് അവരുടെ ഉപ്പാന്റെയും പേര്. അതായത് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, അത്രേ അവർക്കറിയൂ. പക്ഷേ മിൻ അച്റതി മിൻ ഔലാദി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ പരമ്പരയിൽ വരുന്ന തങ്ങളാണ്, സയ്യിദാണ്. ആ മഹദി തങ്ങളായിരിക്കും, സയ്യിദാണ്. പേര് മുഹമ്മദ് ഇബ്നു അബ്ദുല്ല. പക്ഷേ ഇമാം മഹദി പോലും ലോകത്തെ 7ഓളം പണ്ഡിതന്മാർ വന്ന് ബൈഅത്ത് ചെയ്യുമ്പോ അവർ ഖലീഫയാണെന്ന് ഇമാം മഹദി തങ്ങൾ സമ്മതിക്കൂല, അവർക്ക് പോലും അറിയില്ല എന്നാണ്. അങ്ങനെ മക്കയിൽ വെച്ച് ഹജ്ജിന് വന്ന സമയം യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല, ഒരു രാപ്പകൽ കൊണ്ട് അല്ലാഹു വലിയൊരു മഹാനായിട്ട് അല്ലാഹു ഉയർത്തുകയാണ്. അത്ര മതി. ഒരാള് നന്നാവാൻ ഇത്രയേ വേണ്ടുന്ന, കുറഞ്ഞ സമയം മതിയാവും. അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അതിനൊരു സന്നദ്ധത വേണമെന്ന് മാത്രം. അത് കിട്ടാനാണ് വലിയ പ്രയാസം. നമ്മളത് പിന്നെ ആവാം. ഇനിവരെ ഉംറയൊക്കെ ചെയ്യാനില്ലേ, ഹജ്ജൊക്കെ വരാനില്ലേ, കുറച്ചും കഴിയട്ടെ, ഇപ്പൊ കുട്ടിപ്രായല്ലേ, നമുക്കങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ? എത്ര പെട്ടെന്നാണ് മരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകളെ കൊണ്ടുപോയത്. നമ്മുടെ നാട്ടുകാർ, മമ്പാട്ടുകാരായ എത്ര ചെറുപ്പക്കാർ മരിച്ചുപോയി. അല്ലാഹുവിന്റെ ഖബറിടങ്ങളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. എത്ര പ്രായമുള്ളവർ ആ അസുഖത്തോടുകൂടെ ബാക്കിയായി. ഒരു അസുഖമില്ലാത്ത എത്ര ആൾക്കാരെ പെട്ടെന്ന് കഴിഞ്ഞുപോയി. എത്ര പെട്ടെന്നാണ് മരണം നമ്മെ കൊണ്ടുപോകുന്നത്. ആളുകൾ നല്ല ആരോഗ്യത്തിൽ ജിമ്മിനൊക്കെ പോയിട്ട് നല്ല മസിലൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ആ അധ്വാനിക്കുന്നതിൻ്റെ ഒരു പകുതി അള്ളാഹ്ക്ക് വേണ്ടി അധ്വാനിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുമായിരുന്നു. യാ ഖാദിമൻ നഫ്സി കം തസ്ആ ലി ഖിദ്മതിഹി, യാ ഖാദിമൻ നഫ്സി കം തസ്ആ ലി ഖിദ്മതിഹി, അത്അബ്ത നഫ്സക ഫീമാ ഫീഹി ഖുസ്റാനു, അഖ്ബിൽ അല الروح فاستكمل فضائلها فأنت بالروح لا بالجسم إنسان. ശരീരം നന്നാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവനെ നീ എത്രയാണ് കഷ്ടപ്പെടുന്നത്. വെയ്റ്റ് ലിഫ്റ്റിങ്ങും പുഷപ്പും സിറ്റപ്പും എന്തൊക്കെ ചെയ്തിട്ട് കുറച്ച് ഈ മസിലുണ്ടാവുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു ചാക്ക് പിടിക്കാൻ വിളിച്ചാൽ അവർ വരണം. അല്ല മസിൽ പിടിച്ചിങ്ങനെ നടക്കാൻ നല്ലാണ്ട് ഒരു ഉപകാരത്തിന് ഒരു കസേരട്ട് വെക്കാനോ പോലും അവരെ കിട്ടാത്ത അവസ്ഥ വരരുത്. പിന്നെ എന്തിനാ പോയി മസില് വെറുതെ കാണിക്കാനോ? ആ മസിലോട്ട് ഉപയോഗിക്കണ്ടേ? ഒരു ഉപകാരം നാട്ടുകാർക്ക് കിട്ടുന്നില്ല. അവനങ്ങനെ മസിലൊക്കെ പിടിച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എത്ര കിലോ കൂടി, ഇത്ര കട്ടയായിട്ടുണ്ട്, 4 ആയിട്ടുണ്ട്, 6 ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒറ്റ കട്ടേ ഉള്ളൂ. ഇത് 6ഉം 4ഉം ഒക്കെ ആകുമ്പോഴൊരു അഭിമാനം എത്രയാണ്. എന്നിട്ടങ്ങനെ ഉമ്മത്തിന് ഉപകാരമില്ലെങ്കിൽ പിന്നെ എന്താ അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ വിഖായ വളണ്ടിയേഴ്സിൻ്റെ കൂടെ, നമ്മുടെ കാഫലയുടെ കൂടെ, നമ്മുടെ സഹചാരിയുടെ കൂടെയൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാൻ അവരുണ്ടെങ്കിൽ മാഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കുന്ന പാലിയേറ്റീവ് കെയറിൻ്റെ കൂടെ, ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ കൂടെ സേവനത്തിനിറങ്ങ്. എന്നല്ല വെറുതെ മസിലിങ്ങനെ പിടിച്ചിട്ട് എന്താ കാര്യം? മസിലുണ്ടാക്കിയിട്ട് എന്താ കാര്യം? കുറെ കോഴിമുട്ടയും കുറെ പ്രോട്ടീൻസ് നഷ്ടാവുക എന്നല്ലാണ്ട്. യാ ഖാദിമൻ നഫ്സ്, ശരീരത്തിന് ഖിദ്മത്ത് ചെയ്യുന്നവനെ കവി വിളിക്കുകയാണ്. കം തസ്ആ ലി ഖിദ്മതിഹി, സ്വന്തം ശരീരത്തിന് സേവനം ചെയ്യാൻ എത്രയാണ് നീ അധ്വാനിക്കുന്നത്. പെണ്ണുങ്ങളും അങ്ങനെ ഒരുപാട് മേക്കപ്പും ഒരുപാട് അതും ഇതുമൊക്കെ ആയിട്ട് എന്തിനാണിതൊക്കെ? അവസാനം എന്താണ് ഉമ്മത്തിന് ഉപകാരമുള്ളത്? നന്മയ്ക്ക് എന്താണ് ഉപകാരമുള്ളത്?
അഖ്ബിൽ അലർ റൂഹി ഫസ്തക്മിൽ ഫളായിലഹാ, നിന്റെ റൂഹിനേക്ക് നീ മുന്നിടേണമേ. നിന്റെ ആത്മാവ് നമ്മൾ മരിച്ച് ഖബറിൽ മണ്ണായി മാറിയാലും ബാക്കിയുള്ളത് നമ്മുടെ റൂഹ്. നോക്കണം, നമ്മൾ അല്ലാഹു ജനിപ്പിച്ചിട്ട് ഇല്ലാണ്ടാവാനല്ല പടച്ചോൻ നമ്മളെ പടച്ചു വിട്ടത്. നമ്മളെ ജനിപ്പിച്ച് ഖാലിദായി സ്വർഗത്തിലും അള്ളാഹുവിന്റെ നിഅ്മത്തിലും വസിക്കാൻ വേണ്ടിയാ പറഞ്ഞു വിട്ടത്. ഈ മരണത്തോടുകൂടെ അവസാനിക്കരുത്. ഈ ബോഡി ചിലപ്പോൾ മണ്ണിന്ന് നഷ്ടമാവും, അടുത്തൊരു ബോഡി അള്ളാഹു തരും. നമ്മൾ ബസ്സിന് പോയിട്ട് ട്രെയിൻ കയറി പോകുന്നില്ലേ, കാറിന് പോയിട്ട് ഫ്ലൈറ്റ് കയറി പോകുന്നില്ലേ എന്ന പോലെ ഇവിടുന്ന് പോകുന്ന കാറിന് പോകുന്ന ബോഡിയാത്. അവിടെ കയറി വേറെ വണ്ടിക്ക് പോകാനുണ്ട്. അപ്പൊ ഖബറിന്ന് അല്ലാഹു വേറെ ശരീരം തരും. നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ ആത്മാവാണ്, നമ്മുടെ റൂഹാൻ, ദ സോൾ, ആത്മാ എന്ന് പറയുന്ന ആത്മാവ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നന്നാക്കാൻ സമയം കണ്ടെത്തണം. എങ്ങനെ? ദിവസേന ഒരു പേജെങ്കിലും ഖുർആൻ ഓതണം. ഒരു പേജ് മിനിമം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാറുണ്ടോ? മൊബൈൽ ഫോണിൽ ആപ്പ് ഉണ്ട്, ഖുർആനുണ്ട്, ഓതാൻ പറ്റും, റെസൈറ്റർ ഉണ്ട്. നമ്മൾ നോക്കി നിന്നാൽ മതി, കേട്ട് പഠിക്കാൻ പറ്റും. യൂട്യൂബിൽ ഒരുപാട് ഖുർആനിന്റെ ഓഡിയോസ്, ഇഷ്ടം പോലെ വീഡിയോസ് കാണും. ഒന്നോപ്പണ വെറുതെ അതും കണ്ടെടുക്കുന്ന കൂട്ടത്തിലെ ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ പറ്റി നമ്മൾ റൂഹിന് എന്താ കൊടുക്കുന്നത്? ദിക്റിന്റെയും സ്വലാത്തിന്റെയും മഹത്വം നമുക്കറിയാം. ഒരു സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുകൾ എത്ര ചൊല്ലാം? അൺലിമിറ്റഡ്. ഇത്ര എണ്ണം എന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ ആ എണ്ണം കമ്മിറ്റ് ചെയ്യാൻ ചിലപ്പോൾ പ്രയാസമായി പോകും. 100 എണ്ണം ചൊല്ലുമ്പോൾ 100 എണ്ണം തേക്കാൻ പറ്റില്ല എന്ന് വരും. ചിലപ്പോൾ 1000 ചൊല്ലിയേക്കാം, പിറ്റേന്ന് ഒന്നും ചെല്ലാണ്ടിരുന്നേക്കാം. അതുകൊണ്ട് പറ്റുന്നത്ര ചൊല്ലുക, ദിക്റുകൾ ചൊല്ലണം. നാവിലൂടെ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതേ ബാക്കി ഉണ്ടാവുള്ളൂ. അല്ലാത്ത മൂളിപ്പാട്ടും സിനിമ പാട്ടും പാടി നടന്നാൽ മരിക്കുന്ന നേരത്തും ആ പാട്ട് തന്നെ വരുള്ളൂ. നാവിൽ കലിമ ചൊല്ലിക്കൊടുത്താൽ ചൊല്ലാൻ കഴിയില്ല. റൂഹിനെ നിങ്ങൾ നോക്കണേ. ചോറ് കഴിക്കുന്നുണ്ടോ? ളുഹർ നിസ്കരിക്കണം. വൈകുന്നേരം ചായ കുടിക്കുന്നുണ്ടോ? അസർ നിസ്കരിക്കണം. രാത്രി ഭക്ഷണം ഉണ്ടോ? മഗ്രിബ് ഇശാവും നിസ്കരിക്കണം. രാവിലെ ചായ കുടിക്കാൻ പുറപ്പാടുണ്ടോ? സുബഹി നിസ്കരിക്കണം. ഓരോ നിസ്കാരവും നമ്മൾ റൂഹിന് കൊടുക്കുന്ന ഭക്ഷണമാണ്. ബാക്കി നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന ഭക്ഷണമാണ്. റൂഹിനെ നീ പരിപാലിക്കണമേ. അഖ്ബിൽ അലർ റൂഹി ഫസ്തക്മിൽ ഫളായിലഹാ ഫഅൻത ബിർറൂഹി ലാ ബിൽ ജിസ്മി ഇൻസാനു. നിങ്ങൾ മനുഷ്യനാകുന്നത് റൂഹ് കൊണ്ടാണ്, ശരീരം കൊണ്ടല്ല. ശരീരം പോവും, ഇത് കേടന്നു പോവും, ചിലപ്പോൾ രോഗമായിട്ട് പോവും, മരിച്ച് ഖബറിൽ കൊണ്ടുപോയി ചിലപ്പോൾ അങ്ങനെ മണ്ണായി പോവും. പക്ഷെ നമ്മുടെ റൂഹ് ബാക്കിയുണ്ട്. അതുകൊണ്ട് റൂഹിനെ നോക്കേണമേ. അള്ളാഹു നമ്മുടെ ആത്മാവിനെ സംരക്ഷിച്ച് പരിപാലിപ്പിച്ച് അതിന് വെളിച്ചവും സുഗന്ധവും കൊടുക്കണം. നമ്മുടെ ശരീരത്തിൽ റൂഹിങ്ങനെ പെടപെടുക്കുന്നുണ്ടാകും. മനസ്സമാധാനം ഇല്ലേ? ഓർത്തോളൂ, നമ്മൾ നിസ്കാരവും നോമ്പും ഖിറാഅത്തുൽ ഖുർആനും ദിക്റും സ്വലാത്തൊക്കെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോഴേ മനസ്സമാധാനക്കുറവുണ്ടാവുള്ളൂ. അത് ചൊല്ലുന്നവർക്ക് സമാധാനം. ഇത് എളുപ്പമുള്ള കാര്യമാണ്. ഇതിന് കുറെ ക്യാപ്സ്യൂളും കുറെ ഇഞ്ചക്ഷനും സർജറി ഒന്നും വേണ്ട. സമാധാനം കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. വെറുതെ പറയുന്ന വർത്താനങ്ങളൊക്കെ നിർത്തുക. നമ്മൾ എത്ര പറഞ്ഞു, വല്ല കാര്യം ഉണ്ടായോ? സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹും. എല്ലാ കാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്ന് ചൊല്ലി ഒരു ആരെയുണ്ട് കൈപൊക്കിയാട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. ഇനിയും അതെന്നും ഓർത്തുകൊണ്ടും ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഇത് ഓർക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ ഒരു കാര്യം ഉദ്ദേശിച്ച് ഇറങ്ങുക. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹ്, അല്ലാഹുവേ നിന്റെ നാമത്തിൽ, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്, എൻ്റെ എല്ലാ വിഷയങ്ങളും റബ്ബേ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു അല്ലാഹ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്മ ഞാൻ ചെയ്യണമെങ്കിലും, യാത്ര പോകുമ്പോൾ നിസ്കരിക്കണ്ടേ, നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ, അത് ഞാൻ ചെയ്യണമെങ്കിലും തിന്മകൾ എൻ്റെ കൺമുമ്പിൽ വരുമ്പോൾ കണ്ണു തിരിക്കണം, തിന്മകൾ ചെയ്യാതിരിക്കണം. ഹറാമായ ലഹരികൾ മുമ്പിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഹറാമായ പാനീയങ്ങൾ മുമ്പിലേക്ക് വരുമ്പോൾ അത് തൊടാതിരിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ റബ്ബേ നീ തരുന്ന കഴിവ് കൊണ്ടേ സാധ്യമാകൂ പടച്ചവനെ. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് പറഞ്ഞാൽ മലക്കുകൾ പറയും നിന്നെ അള്ളാഹു സംരക്ഷിച്ചു, നിന്റെ കാര്യം അള്ളാഹു നേടിത്തന്നു, നിനക്ക് സംരക്ഷണം അല്ലാഹു നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇറക്കവും വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി ഇറങ്ങിപ്പോരുന്നതും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ഇതൊക്കെ ചെറിയ ദിക്റുകളാണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചൊല്ലിക്കോളൂ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്
വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുമ്പോഴേ ബാഗും പിടിച്ച് ഇറക്കുമ്പോൾ ദാ മോനെ ദിക്ർ ചൊല്ലിക്കോ, ബസ്സിലേക്ക് കയറാൻ പോവാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, മോനെ ചൊല്ല്, ഉമ്മമാര് ചൊല്ലിക്കൊടുക്കുക, വാപ്പ ചൊല്ലിക്കൊടുക്കുക, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ല. ഒരാഴ്ച 2 ആഴ്ച പിന്നെ അവരങ്ങ് ചൊല്ലിക്കോളും. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. ദിക്റുകളിലായി നമ്മൾ തുടങ്ങുന്നത്. കിടന്നുറങ്ങാൻ പോകുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ ചെന്ന് കിടക്കുന്നു, എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുന്നു. എന്ത് റാഹത്തുള്ള ജീവിതമായിരിക്കുന്ന, എന്ത് റാഹത്തായിരിക്കും ജീവിതത്തിൽ. നമുക്ക് സമാധാനക്കേട് വരുന്നതിന്റെ പ്രധാന കാരണം ആത്മാവിന് കൊടുക്കുന്ന ഈ ഫീഡിങ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, എന്തെന്നില്ലാത്ത ടെൻഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മുസ്തഫ സാഹിബൊക്കെ കുറേ ദിവസമായി എൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പറയായിരുന്നു, നമ്മൾ മലയാളികൾ, എറണാകുളത്ത് നിന്ന് പറഞ്ഞേ, മലയാളികളായ മുഖത്ത് എപ്പോഴും ടെൻഷനും, നമ്മളാകെ ഒരു മനുഷ്യനോട് ചിരിക്കാതെ ഇങ്ങനെ ബേജാറായിട്ടാണ് നിൽക്കുക. ഏത് സമയം എപ്പോൾ നോക്കിയാലും ടെൻഷനാണ്. അപ്പം എന്തേ നമ്മളിങ്ങനെ ചിരിക്കാത്തത്, എന്തേ നമ്മൾ പുഞ്ചിരിക്കാത്തത്, എന്തേ നമ്മുടെ മുഖത്തൊരു സന്തോഷം വരാത്തത്? ഒന്നും ഉണ്ടാവില്ല. 15 കൊല്ലം കഴിഞ്ഞ് കെട്ടിക്കാനുള്ള കുട്ടനെ പറ്റിയ കരപ്പം ആലോചിക്കുന്നുണ്ടാവുക. എൻ്റെ കുട്ടിക്ക് 5 വയസ്സായാലും 20 കെട്ടിക്കുകയാണെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞാൽ റബ്ബേ ഞാൻ എന്താ ചെയ്യുക? ആ സമയത്ത് നടക്കേണ്ട ഒരു കാര്യം ഇപ്പം ആലോചിച്ച് ഈ സാധു ചിരിക്കാണ്ട് സങ്കടപ്പെട്ട് നടക്കേണ്ട കാര്യം ഭയങ്കര പോക്കാണ്. നോക്കട്ടെ, നമ്മുടെ കണ്ണിൽ, നമ്മുടെ മുഖത്ത് 2 കണ്ണല്ലാഹു തന്നിട്ടുണ്ടോ? നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലിവറും നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ അബ്ഡോമൻ, നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ്, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുക്കളാണ് നിങ്ങൾ കൊണ്ടുനടക്കുന്നത്. നിങ്ങളുടെ കണ്ണ്, ഒരാൾ ചോദിക്കുക 2 കോടി തരാം, നിങ്ങളുടെ 1 കണ്ണ് തരുമോ? എൻ്റെ വാപ്പാക്ക് വെച്ചു കൊടുക്കാനാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് കൊടുക്കുമോ? നിങ്ങളുടെ കണ്ണിന്റെ വില എത്രയാണ്? നമുക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാ സമയത്തും പൈസ ഉണ്ടാവുമോ? അതുണ്ടാവും, പോകും. കുറച്ച് കടം വാങ്ങേണ്ടി വരും, കുറച്ച് വായ്പ വാങ്ങിക്കേണ്ടി വരും. എന്നാലും ആരോഗ്യത്തിന് കുഴപ്പമില്ലല്ലോ. നമുക്ക് പുഞ്ചിരിച്ച് കണ്ടുകൂടെ മനുഷ്യന്മാരെ? അങ്ങോട്ട് ഒരു മനുഷ്യനെ നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്നത് കൂലിയാണ്, സ്വതക്കയാണ്. മലയാളി മുസ്ലിങ്ങൾക്ക് ആ സ്വതക്ക കിട്ടാൻ വലിയ പാടാണ്. അങ്ങനെ ചിരിച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ടൊന്ന് സ്വതക്ക കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ടെൻഷൻ, എൻ്റെ ടെൻഷൻ തീർന്നിട്ടേ ഞാൻ ചിരിക്കുള്ളൂ തീരുമാനിച്ചു വെച്ചിരിക്കുക. അത് മരിക്കണവരെ തീരൂല. എല്ലാ ടെൻഷൻ തീർന്നിട്ടപ്പോൾ മനുഷ്യന്മാർ സന്തോഷിക്കുന്നത്, ചിരിക്കുന്നത് അല്ല. പുണ്യനിബിതങ്ങൾ 6 മക്കളെ, 7 മക്കളെ തങ്ങൾക്കുണ്ട്. 6 മക്കളെ സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത വാപ്പയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര സങ്കടം നമ്മൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 6 മക്കൾ നഷ്ടപ്പെട്ടു പോയ വാപ്പമാരോട് ഇരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരാൾ? 6 മക്കൾ മരിച്ചുപോയി, വാപ്പ ജീവിച്ചിരിക്കെ. ഒന്ന് കൈപൊക്കിയാട്ടെ ഉണ്ടെങ്കിൽ. 6 മക്കൾ മരിച്ചുപോയ വാപ്പയാ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പറ്റി എന്താ പറഞ്ഞത് സ്വഹാബികൾ? കാന ദായിമൽ ബിശ്രി, തങ്ങൾ എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ പുക ഉയരാറില്ല, പക്ഷെ നബി പുഞ്ചിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്നവർക്ക് മുഴുവനും പോസിറ്റിവിറ്റി, പോസിറ്റീവ് വൈബുകൾ നബി തങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ. ഹി വാസ് സ്പ്രെഡിങ് പോസിറ്റിവിറ്റി അക്രോസ് നേഷൻസ്. നബി തങ്ങളുടെ നാട്ടിൽ മാത്രം എല്ലാ നാട്ടുകാർക്കും സ്മൈൽ ആൻഡ് ഹാപ്പിനെസ്, ഇതായിരുന്നു ഹബീബായ നബി തങ്ങൾ കൊടുത്തിരുന്നത്. സന്തോഷവും പുഞ്ചിരിയും. അതൊരു സ്വതക്കയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് മനുഷ്യനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വിധമാണ് സൃഷ്ടിച്ചത്. അത് റബ്ബിന്റെ തീരുമാനമാണ്. പക്ഷെ ഒരൊറ്റ കാര്യമാണ് അല്ലാഹു നോക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യനെ നാം പടച്ചത് ഒരു സ്പേം സെല്ലിൽ നിന്നാണ്, ഒരു നുത്ഫയിൽ നിന്നാണ്. സ്പേം സെൽ, ബീജത്തിന്റെ ശുക്ലത്തിന്റെ ഒരു കോശത്തിൽ നിന്ന്. ഒരു സമയം പുരുഷനിൽ നിന്ന് സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് അല്ലെങ്കിൽ യൂട്രസിലേക്ക് കടന്നുപോകാനിടയുള്ള സ്പേം സെല്ലുകൾ ദശലക്ഷക്കണക്കിനാണ്. അതെല്ലാം കുട്ടിയാവാൻ നിന്ന ഒറ്റ വയറ്റിൽ തന്നെ 10 ലക്ഷം കുട്ടികളുണ്ടാവും. പക്ഷെ അതിൽ 1, ചിലപ്പോൾ 2, ചിലപ്പോൾ 3 കുട്ടികൾ, ട്രിപ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ. 2 അവര് ഇരട്ടകളാണെന്ന് പറയും. 1 അധികം ഉണ്ടാവാറുള്ളൂ. ഈ 1 ഉണ്ടാവുന്ന 10 ലക്ഷം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയിൽ നിന്ന് ഒരു കോശാണ് അണ്ഡവുമായി കൂടിച്ചേർന്ന് നുത്ഫത്തിൻ അംഷാജിൻ. അതിനാണ് സയൻസിൽ സൈഗോട്ട് എന്ന് പറയാം. സൈഗോട്ട്സ് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും എന്താണ് സൈഗോട്ട്സ്.
എഗ്ഗും സ്പേം സെല്ലും കൂടിക്കലർന്നുണ്ടാകും. അതിന് ഖുർആൻ പറഞ്ഞ പേരാണ് നുത്ഫത്തിൻ അംഷാജ്. ഇതൊക്കെ ഭ്രൂണശാസ്ത്രം അള്ളാഹുവിൻ്റെ ഖുർആൻ ചർച്ച ചെയ്തു. ഇതൊക്കെ സയൻസ് തുടങ്ങി പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്തതാണ് ഒരു സ്പേം സെൽ എന്ന് പറയുന്നത്. ഒരു കുട്ടി ഉണ്ടാവുന്ന ഒരു ദ്രാവകം, ആ ദ്രാവകത്തിന്റെ ഏറ്റവും ചെറിയൊരു സാധനം, അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആ ദ്രാവകത്തിനുള്ളിൽ അള്ളാഹു ഒരുപാട് ഹെറിഡിറ്ററിയായ ജനറ്റിക് ബിഹേവിയർ, അതിൻ്റെ കോഡിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ആ ഒരു കോശം വാപ്പയുടേത് ഉമ്മയുടെ അണ്ഡവുമായി കൂടിച്ചേരുമ്പോഴാണ് വിശേഷമുണ്ട് എന്ന് പറയാം. വിശേഷമുണ്ട് എന്നൊക്കെ പറയാൻ 2 വാക്ക് മതി. വിശേഷമുണ്ട്. എന്തൊക്കെ നടക്കണം? ആ അണ്ഡവും ബീജവും തമ്മിൽ കൂടിച്ചേർന്ന് ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് കയറി പിടിക്കണം, രക്തം ഊറ്റി കുടിക്കണം. അപ്പൊ അള്ളാഹു അതിനെ അലഖത്ത് എന്ന് വിളിച്ചു. ലീച്ച് എന്ന് പറഞ്ഞ അട്ട എന്നാണ്. അട്ടക്ക് അലഖ് എന്ന് അറബിയിൽ പറയും. ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. He created man from a leech-like substance. ഒരു അട്ടയെപ്പോലെ തോന്നുന്ന സാധനത്തിൽ നിന്നാണ് അള്ളാഹു, അതായത് രക്തപിണ്ഡത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ പടച്ചു. മോറിസ് ബുക്കായി അയാൾക്ക് മനസ്സിലായി. അയാൾ ഖുർആൻ എടുത്ത് പരിശോധന. അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് അറിഞ്ഞ് പഠിച്ചപ്പോൾ ആദ്യം കണ്ട വാക്യതാണ്, ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്തേതാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. Read in the name of thy Lord. Read in the name of your Lord who created man from min alaq, from a leech-like substance. അട്ടയെപ്പോലെ തോന്നുന്ന ഒരു സാധനത്തിലൂടെയാണ് അതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉറവിടം. തുടക്കം അങ്ങനെയാണ്. അട്ട ഒട്ടിപ്പിടിക്കുന്ന സാധന. ഗർഭാശയ ഭിത്തിയിൽ ഒരട്ടയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു രക്തകഷ്ണമായിരുന്നു നമ്മളൊക്കെ ഉമ്മയുടെ ഗർഭാശയത്തിൽ. ഗർഭധാരണം നടന്ന ആദ്യത്തെ 2-3 ആഴ്ചകൾ അത് രക്തം കുടിക്കും, അട്ടയും കുടിക്കും രക്തം. ഖുർആൻ ഉപയോഗിച്ച വാക്കത. അന്നിപ്പോ ഇത് കാണാൻ സ്കാനിങ് സെന്ററുകളില്ല, MRI ഇല്ല, അൾട്രാസൗണ്ട് സംവിധാനങ്ങളില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞു മിൻ അലഖ്, അലഖിൽ നിന്നാണ് പടച്ചത്. അപ്പൊ അദ്ദേഹം പഠിക്കുകയാണ്, പടച്ചവനെ, ഒരു മൈക്രോസ്കോപ്പ് പോലും ഇല്ലാത്ത കാലം, ഒരു ലെൻസ് പോലും ഇല്ലാത്ത കാലം, ഗർഭാശയ ഭിത്തിയെ പരിശോധിക്കാൻ ഒന്നുമില്ലാത്ത കാലം, ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വരുന്നത് ഒരു അട്ടയുടെ രൂപത്തിലാണ് എന്ന് പറയാൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അൺലെസ് ഇറ്റ് ഈസ് എ റെവലേഷൻ ഫ്രം അല്ലാഹ്. അതുകൊണ്ട് ഇത് തീർച്ചയായും അള്ളാഹു നൽകിയതായിരിക്കണം. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ഫ്രഞ്ച് പണ്ഡിതനാണ് മോറിസ് ബുക്കായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണം അലഖ് എന്ന് പറഞ്ഞ ഈ ഒരു പഠനമാണ്. അതിന് അട്ട എന്ന് അർത്ഥമുണ്ട്, രക്തപിണ്ഡം എന്നും അർത്ഥമുണ്ട്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. മനുഷ്യനെ നാം സൈഗോട്ടിൽ നിന്നാണ് പടച്ചത്. ഉമ്മയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും കൂടിച്ചേർന്നുണ്ടാകുന്ന മാംസകഷ്ണം. വിവിധ ഘട്ടങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞു. എന്തിനെന്നറിയോ? വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ്? എന്താണ് ഇതിന്റെ ലക്ഷ്യം? നബ്തലി, മനുഷ്യനെ നാം പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യനെ പരീക്ഷിക്കാനാണിത്. പരീക്ഷിക്കാനാ ജീവിതം കൊടുത്തത്. എന്നിട്ട് സ്വർഗവും തിന്മയാണ് ചെയ്തതെങ്കിൽ അതിന് നരകവും. പക്ഷേ അങ്ങ് പരീക്ഷണം മാത്രമോ? ഫജഅൽനാഹു സമീഅൻ ബസീറാ. അങ്ങനെ മനുഷ്യന് കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും നാം നൽകിയല്ലോ. ഇതിൽ ആദ്യം പറഞ്ഞത് ഫജഅൽനാഹു സമീഅൻ ബസീറാ. കേൾക്കുന്നവനായും കാണുന്നവനായും മനുഷ്യനെ നാം പടച്ചു. കേൾവിയും കാഴ്ചയും എന്ന് പറയുമ്പോൾ അള്ളാഹു ആദ്യം പറയുന്നത് കേൾവിയാണ്, പിന്നെ കാഴ്ചനെ പറ്റി പറയുള്ളൂ. അതിലെന്തൊരു ഹിക്മത്തുണ്ടല്ലോ. എന്തായിരിക്കും? ആദ്യം കേൾവി അള്ളാഹു പറയാം, പിന്നെ കാഴ്ചയെ പറ്റി പറയുള്ളൂ. ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഇന്ന السمع والبصر, തീർച്ചയായും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും, വൽ ഫുആദ്, നിങ്ങളുടെ ചിന്തകളും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, നിങ്ങളുടെ ഗാഡ്ജറ്റിൽ എന്താ നിങ്ങൾ നോക്കുന്നത്? എന്താ നിങ്ങൾ കൂടുതൽ സമയം കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കുന്നത്?
ഇതൊക്കെ നാളെ ഉത്തരം പറയേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. സ്വഹാബികൾ പേടിച്ചു പോയി. പറയുന്നിടത്തൊക്കെ കേൾവി എന്നാണ് അള്ളാഹു ആദ്യം പറയാ, പിന്നെയാണ് കാഴ്ചയെ പറ്റി പറയാ. അതിൻ്റെ രഹസ്യമുണ്ട്. ആർക്കെങ്കിലും അറിയോ? ഉത്തരം അറിയോ? ഒന്ന് കൈപ്പൊക്കിയട്ടെ. എന്തുകൊണ്ട് കേൾവി ആദ്യം, എന്തുകൊണ്ട് കാഴ്ച പിന്നെ? കോയങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൂടെ ഉള്ള ആളാണ്. കോയ പഠിക്കുന്നുണ്ട്, വെറുതെ ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോയ. അപ്പോൾ ഫജൽ ബേപ്പൂരുകാരനാ. കോയക്ക് ഉത്തരം അറിയില്ലേ? ലാസ്റ്റ് ഞാൻ ചോദിക്കാം, ആരും ഇല്ലെങ്കിലേ. കോയക്കാര് എന്തായാലും 500 രൂപ സമ്മാനം കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട്? എങ്ങനെ? ആദ്യം കേൾവിയാണ് നടക്കുന്നത്. എവിടെ? ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് കാഴ്ച ശക്തി കിട്ടുന്നതിന്റെ മുമ്പേ കേൾവി ശക്തി കിട്ടുന്നുണ്ട്. എൻ്റെ പേരെന്താ? മോൻക അല്ലേ? പൊങ്ങല്ലൂര് മോൻകയാണ് പറഞ്ഞത്. അപ്പൊ സമ്മാനം കൊടുക്കണം. കോയ ഉണ്ടോ? ഷാഫിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോ അതന്നെ അതിൻ്റെ ഉത്തരം. കാഴ്ച ശക്തി നമുക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് കേൾവി ശക്തി വർക്ക് ചെയ്യാൻ തുടങ്ങും. കുട്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ കണ്ണു ചിമ്മി കിടക്കുക, കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഉമ്മ ഖുർആൻ ഓതുന്നത് കുട്ടിക്ക് കേൾക്കാൻ പറ്റും. ഉമ്മ പാട്ട് പാടുകയാണെങ്കിൽ അത് കേൾക്കാൻ പറ്റും. ശബ്ദം എന്തായാലും, മ്യൂസിക് ആണെങ്കിലും പാട്ടാണെങ്കിലും സിനിമയാണെങ്കിലും കുട്ടിക്ക് കേൾക്കാൻ പറ്റുമെന്ന്. ഗർഭാശയത്തിലെ കുട്ടിക്ക് ചെവി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഗർഭാശയത്തിൽ മക്കളുള്ള സമയത്ത് കുട്ടികളെയും ചുമന്ന് നടക്കുമ്പോൾ കൂടുതൽ ഖുർആനും ദിക്റുകളും നിങ്ങൾ ഓതേണമേ എന്ന് പറയാൻ. കാരണം അതൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റും. മോൻക ബിസ്മില്ലാഹിർ റഹ്മാൻ. വെരി 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 ബിസ്മില്ലാ. മാഷാ അല്ലാഹ്. സിമമക്കൻ്റെ ചെറിയ നിങ്ങളെ വിട്ടേ. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഞാൻ എൻ്റെ അടുത്ത് ഇവിടുത്തെ പൈസ ഇല്ല, അവിടെ ദുബൈത്തെ പൈസ കയ്യിൽ കൊണ്ട് അതുള്ളൂ പൈസയിലുള്ളത്. നാളെ രാത്രി പോകും വേണം അങ്ങോട്ട് തന്നെ. അപ്പോൾ നമ്മുടെ സുഹൃത്തുണ്ട്, അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കൂട്ടോ. ഞാൻ പേടിക്കണ്ട, അത് എൻ്റെ അക്കൗണ്ടിലാണ്. മാഷാ അല്ലാഹ്. പോയ സമ്മാനം പോയിട്ടാ, മൂപ്പർക്ക് പോയി. അടുത്ത ചോദ്യത്തിന് കാത്തിരിക്കാം. അപ്പോ സമഅ് നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ കാഴ്ചയും കേൾവിയും എന്ന് പറയുന്നിടത്തൊക്കെ ആദ്യം കേൾവിയാ പറയാ. കുട്ടിക്ക് കേൾക്കാൻ പറ്റും. കുട്ടി ഭൂമിയിലേക്ക് വന്ന് ഏതാനും സെക്കൻഡുകൾ എടുക്കും കണ്ണു തുറക്കാൻ, പക്ഷെ ചെവി കേൾക്കും. ഉടനെ വാങ്ങുകൊടുക്കാൻ പറഞ്ഞു അല്ലേ? വാങ്ങുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു. വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും. മെല്ലെ കൊടുക്കണം, ഉറക്കം കൊടുക്കരുതേ. പള്ളിയിൽ നിന്ന് കൊടുക്കണമാര് കൊടുത്താൽ കുട്ടിയുടെ ചെവി പൊട്ടും. മെല്ലെ കൊടുക്കാൻ പാടുള്ളൂ. എന്തേ? കുട്ടിയുടെ ചെവി കേൾക്കുന്നുണ്ട്. പിന്നെ കുട്ടി കണ്ണു തുറന്നാൽ ഉമ്മയുടെ നെഞ്ചകമാ, ഉമ്മയുടെ മുഖമാണ് കുട്ടി കാണുക. അതിലും വലിയ കാഴ്ചയുള്ളത് എന്താ? ഉമ്മയല്ല, ഉമ്മയുടെ മുഖമല്ലാതെ എന്താ ലോകത്ത് പിന്നെ കാണാനുള്ളത്? പിന്നെ ഒരു നല്ല മനുഷ്യന്റെ കൈകളുണ്ട്, എന്ത് ചെയ്യണം? മധുരം കൊടുക്കണം, കുട്ടിക്ക് തഹ്നീക്ക് ചെയ്യണം. അപ്പൊ നല്ലൊരു ഭക്ഷണം വായിലേക്ക് കടന്നു, കണ്ടത് ഉമ്മയെയാണ്, കേട്ടത് അല്ലാഹു അക്ബറാണ്. വാങ്ങു ഇക്കാമത്തും കൊടുക്കും. പിന്നെ മരിച്ചാൽ പിന്നെ നിസ്കാരം. അതുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിന് വാങ്ങു ഇക്കാമത്തുമില്ല, അത് ജനിച്ചപ്പോഴേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് വാങ്ങു ഇക്കാമത്തും. പിന്നെ മരിച്ചു ജനാസ നിസ്കരിച്ചാൽ മതി. അല്ലാഹു അക്ബർ. നമ്മളെ വാങ്ങു ഇക്കാമത്തൊക്കെ കൊടുത്തിട്ടാ പോയി നമ്മളീ നടക്കുന്നത്. ഇനി വാങ്ങു ഇക്കാമത്ത് പോലും കൊടുക്കാൻ നേരം ഉണ്ടാവില്ല, നേരെ നിസ്കരിക്കലായിരിക്കും, മറവ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആ ദിവസം നമുക്കൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാക്കി തരട്ടെ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം പറയുകയാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. إنا هديناه السبيل إما شاكرا وإما كفورا. മനുഷ്യന് നാം രണ്ട് വഴികളാണ് തുറന്നു കൊടുത്തത്. സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന അർത്ഥമുള്ള സൂറത്താണത്. സൂറത്തുൽ ഇൻസാൻ 2-ാമത്തെ 3-ാമത്തെ ആയത്ത്. മനുഷ്യനെ നാം കേൾവിയും കാഴ്ചയും കൊടുത്തുകൊണ്ട് മനുഷ്യനെ നാം പരീക്ഷിക്കുകയാണ്. അവന് കാര്യങ്ങൾ കാണാൻ കഴിയും, കാര്യങ്ങൾ കേൾക്കാൻ കഴിയും. കേൾക്കുന്നതും കാണുന്നതും അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ കഴിയും. അതാണ് അവന്റെ ചിന്തകളായി മാറുന്നത്, അതാണ് അവന്റെ കർമ്മങ്ങളായി മാറുന്നത്.
അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ കേൾവിയും കാഴ്ചയും വേണം. അള്ളാഹു നമുക്കത് രണ്ടും എല്ലാ ഹവാസുകളും മരണം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ. കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നവർക്ക് റബ്ബേ ശിഫ കൊടുക്കണേ, കാഴ്ച തിരിച്ചു കൊടുക്കണേ റബ്ബേ. അതുകൊണ്ടാണ് ആരുടെയെങ്കിലും ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ട രണ്ടാളുകൾ, രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് കാഴ്ചയാണ്, രണ്ട് കണ്ണുകളാണ്. ആ രണ്ട് കണ്ണുകൾ അല്ലാഹു തആല തിരിച്ചെടുക്കുകയോ, ഷുഗർ കാരണം, അസുഖം കാരണം കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയാൽ, കണ്ണ് കാണാതെയായി പോയാൽ, എന്തെങ്കിലും അപകടം സംഭവിച്ച് കണ്ണിന്റെ കാഴ്ച പോവുകയും ഫസ്വബറ, ഒരു മനുഷ്യൻ അതിനെ ക്ഷമിക്കുകയും ചെയ്താൽ, അത് എളുപ്പമാണോ? വലിയ വിഷമല്ലേ? കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ, ജനിച്ചപ്പോഴേ അഅമയാണ്, കണ്ണു കാണാത്ത ആളാണ്, അക്മ. അങ്ങനത്തെ ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ അതിന്റെ ഗൗരവം അവർക്ക് അറിഞ്ഞില്ലല്ലോ. എന്താണ് കളർ, ഏതാണ് വൈറ്റും ഏതാണ് ബ്ലാക്ക്, ഏതാണ് പർപ്പിൾ, ഏതാണ് പിന്നെ റെഡ്, ഇതൊക്കെ ബ്ലൂ, ഇത് കളറുകൾ കണ്ട ആളുകളല്ലേ. ഒരു കാലം, ഒരു സമയം വരുമ്പോ എല്ലാം ഇരുട്ടിലേക്ക് മാറുമ്പോ സഹിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട്, അള്ളാഹു ചെയ്യുന്ന ആ ഒരു പരീക്ഷണത്തോട് ഒരാൾ ക്ഷമിക്കുകയും, പടച്ചവനെ നീ തന്നത് നീ കൊണ്ടുപോയി റബ്ബേ, എനിക്ക് കുഴപ്പമില്ല, നീ തിരിച്ചു തരണേ എന്ന് ഞാൻ നിന്നോട് ദ്വാരക്കാണ്, എനിക്ക് തരണം, പക്ഷെ നീ കൊണ്ടുപോയതിൽ എനിക്ക് വിഷമില്ല റബ്ബേ എന്ന് പറഞ്ഞാൽ ആ കാഴ്ചശക്തി പോയവർക്ക് പകരം സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം ഉറപ്പാണ്. അത്ര വലിയ നിഅമത്താണത് കാഴ്ച എന്ന് പറയുന്നത്. കേൾവിയും. ഇന്ന് നമ്മുടെ മക്കള് മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കൈപൊക്കിയാട്ടെ, ഇവിടെ ഇരിക്കുന്നവരല്ലേ, മൊബൈൽ ഫോൺ ഇല്ല ആരുല്ലേ? ഒരു മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ തരാന്ന് പറഞ്ഞാൽ കൈ വെക്കും ചിലപ്പോ അല്ലേ. കാര്യത്ത് പറയുന്ന എല്ലാവരുടെ കയ്യിലുണ്ട്. മോൻ്റെ കയ്യിലൊക്കെ ഉണ്ടാ? കുട്ടി ബാക്കിൽ, തങ്ങൾ പാപ്പാൻ്റെ ബാക്കിൽ ഇരിക്കുന്ന കുട്ടി ചോപ്പുപ്പായിട്ട് അല്ലത്തുണ്ടോ? നീ എന്താ കൈ പൊക്കാൻ? ഞാൻ ഓൻ തിരിഞ്ഞിട്ടില്ല, എന്താ ചോദിച്ചിരുന്നില്ലേ? അപ്പോ ആ മോൻ്റെ കയ്യിലില്ല. പടച്ചോനെ, 4 വയസ്സായിട്ടുണ്ടാവും അല്ലേ മോന്? എത്ര വയസ്സ്? 4 വയസ്സ്. മോൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 കുട്ടികളൊക്കെ ഉള്ളത് ഇവിടെ ഇല്ലാത്തവര്. സുബ്ഹാന ജല്ല ജലാലു. നമ്മള് അള്ളാഹു തന്ന നിഅമത്തിൽ ഏറ്റവും ഉപയോഗിക്കുന്ന സാധനം എന്താ അറിയോ? നമ്മുടെ കണ്ണല്ലേ. കണ്ണാണ് ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന, കണ്ണാണ്. പിന്നെ കാഴ്ചയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയം ആലോചിച്ച് നോക്കാം. ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയം മിനിറ്റുകൾ നോക്കിയാൽ നമ്മുടെ സ്ക്രീൻ ടൈം കാണാൻ പറ്റും. സ്ക്രീൻ ടൈം എത്രയാണെന്ന്. അപ്പോൾ ഒരു ദിവസം 6 മണിക്കൂർ, 4 മണിക്കൂർ, 8 മണിക്കൂർ, പിന്നെ ഭ്രാന്ത് പിടിച്ചാൽ 12 മണിക്കൂറൊക്കെ ഉണ്ടാവും, അത് വേറെ വിഷയം. ഈ സമയം അത്രയും മനുഷ്യൻ ചെലവഴിക്കുന്നത് അതിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നുള്ളൂ എങ്കിൽ നിഅമ വദാക്, വളരെ നല്ല തന്നെ, ഒരു കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡും നമ്മൾ എഴുതപ്പെടുന്നത് തിന്മകളാണ്. ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇങ്ങനെ സിനിമ കാണാനാണ് ഉപയോഗിക്കുന്നത്, വെറുതെ ഏതെങ്കിലും മോശപ്പെട്ട വീഡിയോ കാണാനാണ്, അത്തരം കാര്യങ്ങൾ വായിക്കാനാണ്, പിന്നെ കുറേ ഈബത്തും നമീമത്തും അതിൻ്റെ കുറേ ബുക്കുകളുണ്ടല്ലോ, അതൊക്കെ എടുത്തു നോക്കിയിട്ട് ഇതൊക്കെയാണ് പരിപാടി എങ്കിൽ എത്രയായിരിക്കും നമ്മുടെ തിന്മയുടെ ഭാരം, എത്ര കൂടുന്നുണ്ട് മുഅ്മിനീങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഫജഅൽനാഹു സമീഅൻ ബസീറാ, നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും തന്നു ഞാൻ. ആ കാഴ്ചയും കേൾവിയും നിങ്ങളുടെ ചിന്തകളായി മാറേണ്ടതാണ്. അതുകൊണ്ടാണ് നല്ലത് കാണണം, നല്ലതേ കേൾക്കാവൂ എന്ന് പറയാൻ കാരണം നന്മയും തിന്മയും മനുഷ്യന്റെ ജന്മന അള്ളാഹു നമ്മിൽ വെച്ചിട്ടുള്ള വിഷയമാണ്. നന്മയും തിന്മയും വേർതിരിക്കാനുള്ള ഒരു ഫാക്കൽറ്റി മനുഷ്യന്റെ ജന്മത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. ശറഅ് അതിനെ പരിപോഷിപ്പിക്കുക ചെയ്തത്. ഒരാളെ, ഒരു കുട്ടിക്ക് അറിയാം മറ്റവൻ അടിച്ചത് തെറ്റാണ്, അതുകൊണ്ട് നീ അടിച്ചോ? ഞാൻ അടിച്ചിട്ടില്ല എന്ന് പറയും ചെറിയ കുട്ടി അല്ലേ. എന്തുകൊണ്ട്? അടിച്ചത് തെറ്റാണെന്ന് കുട്ടിക്ക് ആരാ പറഞ്ഞു കൊടുത്തത്? അത് ജന്മന അള്ളാഹു ചെയ്തതാണ്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, തെറ്റും ശരിയും നന്മയും തിന്മയും അള്ളാഹു ജന്മന മനുഷ്യന്, ഏത് മനുഷ്യനും, മുസ്ലിം ആവട്ടെ അല്ലാതിരിക്കട്ടെ, പക്ഷേ ശരീഅത്തുൽ ഇസ്ലാം ആ ഫിത്റത്തിനെ അല്ലാഹു തആല ഊതിക്കാച്ചിയെടുത്ത് പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാ ഹദൈനാഹു സബീൽ, മനുഷ്യന് നാം 2 മാർഗങ്ങൾ അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ,
ഒന്ന് നന്ദിയുടെ വഴിയാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്ന വഴി. എന്തിനും അൽഹംദുലില്ലാ, എപ്പോഴും അൽഹംദുലില്ലാ. ഒന്ന് കഫൂറാ, നന്ദി നിഷേധത്തിന്റെ വഴിയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതേ ചെയ്യുന്നുള്ളൂ. അള്ളാഹുവിന് നിസ്കരിക്കാറില്ല, സുജൂദ് ചെയ്യാറില്ല, ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാറില്ല, അവിടുത്തെ ചര്യകൾ പിന്തുടരാറില്ല. അങ്ങനത്തെ ഒരു വഴി, ഒന്ന് പിന്തുടരുന്ന വഴി, നന്മയുടെ വഴി, സജ്ജനങ്ങളുടെ വഴി, അംബിയാഇന്റെ വഴി, ശുക്റിന്റെ വഴി. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദി പറയുന്നവർ വളരെ കുറച്ചാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോഴേ ഒരാൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽനീ മിനൽ അഖല്ലീൻ, അല്ലാഹുമ്മ ജഅൽനീ മിനൽ അഖല്ലീൻ. ഉമർ തങ്ങൾ വടി ഉയർത്തി, എന്ത് ദുആടോ നീ ദ്വാരക്കണത്? ഇതുവരെ ആരും ദ്വാരക്കാത്തൊരു ദുആ. അപ്പൊ അതിനർത്ഥം എന്താ? പടച്ചവനെ, ആ ചെറിയ വിഭാഗത്തിൽ എന്നെ പെടുത്തേണമേ, ആ ചെറിയ വിഭാഗത്തിൽ എന്നെ ഏത് ചെറിയ വിഭാഗം? ഉമർ തങ്ങൾ പറഞ്ഞു, എന്താ നീ ചോദിക്കണത് എന്ന് പറയും. അപ്പൊ പറഞ്ഞു, ഉമറേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമാ ആമന ബിഹി ഇല്ലാ ഖലീൽ, നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചത് വളരെ കുറച്ചാളുകളെ ഉള്ളൂ, ഈമാനുള്ളവരെ. അപ്പൊ ആ കുറച്ചാൾക്കല്ലേ ഈമാനുള്ളൂ. അങ്ങനെ ഈമാനുള്ള ആ കുറച്ചിൽ എന്നെയും പെടുത്തണേ പടച്ചോനെ, അതാ ഞാൻ ചോദിച്ചത്. പിന്നെ പറഞ്ഞു, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചാണ്. ഫോട്ടോ എടുക്കുന്നുണ്ടോ? എല്ലാവരും ചിരിച്ചെന്നോളി. മാഷാ അല്ലാഹ്, തമാശക്ക് പറഞ്ഞതാ. ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ചിരിച്ചെന്ന് പോകേണ്ടി വരും. ഫോട്ടോ വരുമ്പോഴെങ്കിലും ടിക്കറ്റ് കിട്ടുമ്പോൾ കരയേണ്ടി വരും. വമാ ആമന ബിഹി ഇല്ലാ ഖലീൽ, എല്ലാവരും നീറ്റല്ല ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ മാഷാ അല്ലാഹ്. ഫോട്ടോ എടുക്കുന്നതിന് ഇപ്പോൾ അതെന്താണെന്നറിയങ്ങൾ, ഇതൊരു ഒരു ചര്യയായി മാറി. ഇനി എന്ത് പറഞ്ഞാൽ മൂലർക്ക് പിരാന്തിനെ പറയുള്ളൂ. ഇപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഫോട്ടോ നോട്ടീസിൽ വെക്കരുതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് പാർട്ട് ഓഫ് ദ ലൈഫ്, അങ്ങനെ ആയിക്കഴിഞ്ഞു അല്ലേ. ഞാൻ കുറ്റം പറയല്ലേ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഐ എം നോട്ട് എംബാരസിങ് എനിവൺ. പക്ഷേ അതിൻ്റെ രീതി എങ്ങനെയാണ്? അതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ആളുകളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടെ അത് വേണ്ട, അതിൻ്റെ ആവശ്യമുണ്ടോ, അത്യാവശ്യത്തിനൊക്കെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിരുന്നൊരു സംഭവം അതൊക്കെ മാറിപ്പോൾ അണങ്ങിയെടുക്കുക. ഹറമിൻ്റെ മുമ്പിൽ വരെ സെൽഫി അല്ലേ, എന്താ ചെയ്യുക? പറഞ്ഞു കൊടുത്താൽ കേൾക്കൂല. അത് അത്ര വലിയൊരു സംഗതി അല്ല, അതൊരു അസുഖമാണിപ്പോൾ. ഇങ്ങനെ സെൽഫി എടുത്ത് അവനവൻ്റെ സ്റ്റാറ്റസ് വെക്കുക, ഇതൊക്കെ സ്റ്റാറ്റസ് അസുഖം എന്നാണ് പറയുന്നത്. അതൊരു അസുഖമാണ്. ആ സ്റ്റാറ്റസ് ആരും നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടക്കാരൻ. ഞാൻ ഈ നോക്കിയിട്ടില്ലല്ലോ, എനിക്കറിയാം, കൽപ്പിച്ചുകൂട്ടി നോക്കാൻ തന്നതാ എൻ്റെ സ്റ്റാറ്റസ്. അങ്ങനെ ഓള് വെക്കും, ഓന് വെക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാറ്റസ് വെച്ചിട്ട് ഇടങ്ങേറാവുക. രാവിലെ ഇത് വെക്കും, വൈകുന്നേരവോളം നോക്കുക ആരൊക്കെ നോക്കിയെന്ന്. യാ അല്ലാഹ്, ഇതിന് പിരാന്ത് എന്നല്ല എന്താ പറയുക? നമ്മളെ അറിയപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊരു അസുഖമാണ്, പാടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഒരാൾ അറിയണം, നന്മയാണ്, നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ചാനൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടോട്ടെ. എൻ്റെ ഒറിജിനൽ ചാനൽ ഒന്നേ ഉള്ളൂ, അതിൻ്റെ പേര് പോലും ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അതിൽ പരസ്യം ഉണ്ടാവില്ല. ബാക്കി എൻ്റെ പേരിൽ ഒരുപാട്, ഒരു 8-10 ചാനലെങ്കിലും ഉണ്ടാവും, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട്. അതിൻ്റെ പേരൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒറിജിനൽ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരില്ല, അത് തപ്പി കണ്ടുപിടിച്ചാൽ കിട്ടിക്കോളൂ. എന്തെന്ന് വെച്ചാൽ അത് അതിനുള്ളതല്ല. ആരെയും കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടോട്ടെ. നമ്മളത് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ആളുകൾ കാണണമെന്നോ അതിൽ കുറച്ച് ലൈക്ക് ഷെയറോ അത് തെറി വരെ വിളിക്കണോലുണ്ടാവും. ഞാൻ നോക്കൽ പോലും ഇല്ല, പറയണോല് പറഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിക്കല. എന്തു വെച്ചാൽ നമ്മുടെ ലക്ഷ്യം അതായി മാറരുത്. ഇതൊരു വലിയ ഫിത്നയാണ് ഇപ്പോഴത്തെ കാലത്ത്. ഇത്ര ആൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത്ര ആൾ ഇതിൻ്റെ കാണണം, എത്ര വ്യൂവേഴ്സ് വേണം, ആർക്ക് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒരു നിലപാടിലൂടെ കടന്നു പോകാൻ കഴിയണം. അല്ലെങ്കിൽ ഇതൊരു വലിയ അസുഖമാണ്. ഈ ഫോട്ടോ എടുക്കണോ, സ്റ്റാറ്റസ് വെക്കുന്നതൊക്കെ, ഫേസ്ബുക്കൊക്കെ ലൈക്കും ഷെയറും കിട്ടിയിട്ടില്ലെങ്കിൽ ബോധം കിടന്ന ആൾക്കാരുണ്ട്. പഠിച്ചോനെ, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ആരും ഇതിന് ഷെയർ ചെയ്തില്ലല്ലോ. യാ അല്ലാഹ്, നന്മയാണോ അത് എത്തേണ്ട അടുത്തേക്ക് എത്തും. ഇല്ലേ, അതങ്ങ് ഇല്ലാണ്ടേ ആയി പോകും. നല്ല കാര്യങ്ങളോടെ നിലനിർത്തുകയും പടച്ചോൻ ചെയ്യും. അതുകൊണ്ട് ഒരു ഫോട്ടോ മാനിയ ഉണ്ടാവരുത് എന്ന് പറയാണ്. ഒരിക്കലും ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കുക, അതിനു വേണ്ടി ഇങ്ങനെ എപ്പോഴും നമ്മളായി. ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരും. നിന്ന് കൊടുക്കാതിരുന്നാൽ ഭയങ്കര ജാടാന്നാണ് പറയാം. അപ്പോൾ നമ്മളൊക്കെ കുടുങ്ങി നിൽക്കാറുണ്ട്. ഒരു വേള കഴിഞ്ഞാൽ 1/2 മണിക്കൂർ ഫോട്ടോ എടുക്കുന്ന സെഷൻ. അപ്പോൾ
നമുക്കൊന്ന് എനിക്കിപ്പോൾ എയർപോർട്ടിലേക്ക് ഓടേണ്ടി വരും ചിലപ്പോൾ. എന്നാലും അത് ഫോട്ടോ നിന്ന് തന്നിട്ടില്ലെങ്കിൽ പിന്നെ നാളെ വലിയ യുദ്ധാകാരം ഫേസ്ബുക്കിൽ. മൂല്യരവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ട് മുമ്പ് നിന്നില്ല, എന്തൊരു അഹങ്കാരം ഈ മൂല്യർക്ക്, വേറെ മൂല്യന്മാരവിടെ ഇല്ലേ എന്നൊക്കെ കാര്യം പിന്നെ കമൻറ്റ്. അപ്പോൾ കുടുങ്ങി നിന്ന് കൊടുക്കുകയാണ് നിർവാഹമില്ലാത്തതിൻ്റെ പേരിൽ. അതൊരു നല്ല കാര്യമായതിൻ്റെ പേരിലല്ല എന്ന് പറയാം. പിന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് തുഅ്ജറൂന അലാ നിയ്യാത്തിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും മാർഗവും ലക്ഷ്യവും ശരിയാവണം എന്ന ശരീഅത്തിന്റെ ഒരു പക്ഷം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. നാട്ടുകാരായതുകൊണ്ട് പറഞ്ഞറിയണേ, ഇതൊക്കെ പോയി എല്ലാ നാട്ടിലും പോയി പറയാൻ പറ്റൂല. അപ്പോൾ സ്വന്തം നാട്ടിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അൽഹംദുലില്ലാ, നിങ്ങൾ ആ ഒരു സൗഹൃദ ബുദ്ധി അത് എടുത്താലും മതി. പിന്നെ ഖാല സലഫു റഹിമഹുല്ലാഹ്, മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾ പറയാണ്, അൽ കുഫ്റു ഫി അർബഅതി അഷ്യാ, നന്ദികേട് വരുന്നത് 4 വിഷയത്തിലൂടെയാണ്. 4 വിഷയത്തിലൂടെയാണ് നന്ദികേട് വരുന്നത്. 1 ഫിൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ. 2 വശഹ്വ, മനുഷ്യന്റെ ലൈംഗിക വികാരം അതിന് ഉത്തേജനമുണ്ടാകുമ്പോൾ. 3 അർറഗ്ബ, ഏതെങ്കിലും ഒരു കാര്യത്തോട് ആഗ്രഹം ജനിക്കുമ്പോൾ. 4-മത്തേത് വറഹ്ബ, ഒരു കാര്യത്തോട് പേടി തോന്നുമ്പോൾ. പേടി, ആഗ്രഹം, ലൈംഗിക അഭിനിവേശം, പിന്നെ ദേഷ്യം. ഈ 3 വിഷയങ്ങളിൽ ഒരു മനുഷ്യൻ കുഫറിലേക്ക് എത്താൻ സാധ്യതയുണ്ട്, നന്ദികേടിലേക്ക് എത്തുമെന്ന കാര്യം തീർച്ചയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. എന്നിട്ട് പറഞ്ഞു, ഖദ് റഅയ്തു മിൻഹ സനതൈൻ, 2 ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട്. റഅയ്തു റജുലൻ ഗളിബാ ഫഖതല ഉമ്മ, ഒരു മനുഷ്യൻ ദേഷ്യപ്പെട്ട് സ്വന്തം ഉമ്മയെ വധിച്ചു കളഞ്ഞത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് ഈ മഹാനായ മനുഷ്യൻ. ദേഷ്യപ്പെട്ടിട്ട് ഉമ്മയോടെന്തോ കയർത്ത് ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യത്തിൽ ഉമ്മയെ അടിച്ചു അല്ലെങ്കിൽ പ്രഹരിച്ചു, ഉമ്മ മരിച്ചു. അത് നടന്നിട്ടുണ്ട്. വറഅയ്തു റജുലൻ അശ്ഖാ ഫതനസ്വറ, പ്രേമമുണ്ടായിട്ട് ക്രിസ്ത്യാനിയായി ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിപ്പോയ ആളെയും എനിക്കറിയാം. മഹാൻ പറയാം, അത് അബ്ദുർ റഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താബിഈകളുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിരുന്ന ആളായിരുന്നു. റോമിലേക്ക് യാത്ര പോകുന്ന സമയത്ത് റോമക്കാർ എന്ന് പറഞ്ഞാൽ തുർക്കിക്കാരാണ്. തുർക്കി ഭാഗമൊക്കെ റോമാണ്. തുർക്കിയാണ് പണ്ട് റോം എന്ന് പറയാ. ഇറ്റലിയുടെ റോമിന് റൂമിയ എന്നാണ് അറബി പറയാ. റോമും റൂമിയയും വ്യത്യാസമുണ്ട്. റോം തുർക്കിയാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ. റൂമിയ എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ ഇറ്റലിയിലെ റോം പട്ടണം. റോം, സൂറത്തു റൂം ഒക്കെ പറഞ്ഞ തുർക്കിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്ന് യൂറോപ്പിന്റെ ആസ്ഥാനം തുർക്കിയായിരുന്നു. പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇപ്പോഴത്തെ ഇസ്തംബൂൾ, അവിടെയാണ് അബു അയ്യൂബ് അൻസ്വാരി തങ്ങളുള്ളത്. ഇസ്തംബൂളിലാണ് അബു അയ്യൂബ് അൻസ്വാരി റഹ്മത്തുള്ളാഹി അലൈഹി. നബിതങ്ങളുടെ ഷായർ മുബാറക്ക് അവിടെ പരിശുദ്ധമായ ഇവിടുത്തെ ശരീരത്തിലെ താടിയിലെയും തലയിലെയും മുടികൾ, രോമങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തബറുക്കിന് വേണ്ടി. ഈ മഹാൻ അബു അയ്യൂബ് അൻസ്വാരി തങ്ങളുടെ മഖാമിൻ്റെ അടുത്ത് അത്തിപ്പറ്റ ഉസ്താദിന്റെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ അൽ ഹലബി അഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി, അതിൻ്റെ തൊട്ട് മുകളിൽ വലിയ ഖബർസ്ഥാൻ, അവിടെയാണ് അന്തർവിശ്രമം കൊള്ളുന്നത്. റോമിലേക്കൊരു യുദ്ധത്തിന് പോകുന്നു അന്ന് സ്വഹാബികൾ. ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഈ മനുഷ്യന് പ്രേമം തോന്നി. ഒരു കോട്ടയുടെ മുകളിൽ നിന്നാണ് ആ പെൺകുട്ടിയെ വിളിച്ചത്. നല്ല സുന്ദരിയായൊരു പെൺകുട്ടി വിളിച്ചു. അപ്പോൾ അള്ളാഹു ചില റൈസുകൾക്ക് അള്ളാഹു വലിയ ശരീര സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങ് യൂറോപ്പിൻ്റെ ആ ഒരു വെസ്റ്റ് നോർത്തേൺ അറേബ്യ മുതൽ അങ്ങ് വെസ്റ്റിലേക്ക്, അങ്ങ് യൂറോപ്പിലേക്ക് കടന്ന് അങ്ങേ അറ്റത്തിലേക്ക് കടന്നു പോകും തോറും തൊലിവെളുപ്പും സൗന്ദര്യവും അള്ളാഹു നൽകിയ മനുഷ്യവിഭാഗമാണ്. പല നിലക്കും ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് ചെയ്തത്. ആ പെണ്ണ് ഇയാളെ വിളിച്ചു. അയാൾ ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു. ആ പെണ്ണെന്തോ ആംഗ്യ വിക്ഷേപങ്ങൾ കാണിച്ച് ഇവനെ കെണിയിലാക്കി. ഇദ്ദേഹത്തെ ഇബ്നു അബ്ദുർ റഹീം എന്നാളുടെ പേര്, മുസ്ലിമായിരുന്നു, യുദ്ധത്തിന് പോയതാ. ആളവളുടെ വീട്ടിലേക്കാണ് കയറിപ്പോയി. അവള് പറഞ്ഞു, എന്നെ നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ തനസ്വർ, സ്വലീബ് ധരിക്കണം, കുരിശ് ധരിക്കണം, എന്നിട്ട് നീ എന്നെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞു. ആള് ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. ആള് ഖുർആൻ മനഃപ്പാഠമുള്ള ആളായിരുന്നു. സ്വഹാബികൾക്ക് ഭയങ്കര സങ്കടമായി. താബിഈയാണ്, സ്വഹാബിയല്ല. എന്നാലും പഠിച്ചോനെ, നല്ലൊരു മനുഷ്യൻ ഒരു പെണ്ണിന് വേണ്ടി ക്രിസ്ത്യാനിയായല്ലോ. അങ്ങനൊക്കെ എത്ര സംഭവിക്കാറുണ്ട്. ജാതിയും മതവും പ്രശ്നമില്ല എന്നല്ലേ എന്ന് പറയാറുള്ളത്.
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. ഒരു മുസ്ലിമിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ക്രിസ്ത്യാനിയെയും ജൂതന്മാരും അത് വേദക്കാരെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് പറയുന്ന ഷർത്തൊത്തവരൊന്നും നമ്മുടെ നാട്ടിലൊന്നും കിട്ടാനില്ല. അതിന് ചില ഷർത്തും വരുന്നുണ്ട്. ഏതാണ് ഈ വേദക്കാർ? ആരായിരിക്കണം? അവരുടെ വിശ്വാസം എന്തായിരിക്കണം? അവരുടെ കിതാബ് എന്തായിരിക്കണം? അപ്പം നമുക്ക് ഒരു മുസ്ലിമച്ചായ പെണ്ണിനെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് കല്യാണം കഴിക്കാൻ പറ്റൂ. മുസ്ലിമായ ഒരാളായിരിക്കണം ജീവിതത്തിൽ നിങ്ങളുടെ സഖിയായിട്ട് വരേണ്ടത്. പ്രേമത്തിന് കണ്ണും മൂക്കില്ല എന്നൊക്കെ ശരി തന്നെ ആയിരിക്കാം. പക്ഷേ നാളെ കണ്ണും മൂക്കും അള്ളാഹു അടുത്തൊന്ന് ചോദ്യം ചോദിക്കുമ്പോഴേ ഇതിന് മറുപടി പറയാനുണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത്തരം ബന്ധങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞേക്ക്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും വലുതാണ്. ഒരു കുടുംബത്തെ വേദനിപ്പിക്കണ്ടല്ലോ. ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മക്കളും മതം മാറുന്ന ആ മതക്കാർക്ക് പേടിയായിരിക്കും, വിഷമായിരിക്കും, വേദനയായിരിക്കും. ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്ന മുസ്ലിം കുടുംബങ്ങൾക്കും വേദനയാണ്. രണ്ടും വേണ്ട. സ്വമേധയാ ദീൻ സ്വീകരിക്കുന്നുണ്ടോ അവർ സ്വീകരിച്ചോട്ടെ. നിങ്ങൾ ആരെയും ചാടിച്ചു കൊണ്ടുവരെ അത്തരം പ്രേമം നടിക്കുക കാര്യങ്ങൾ ഒരു നിലക്കും ചെയ്യുക പാടുള്ളതല്ല. കാരണം ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇബ്നു അബ്ദുറഹീം ക്രിസ്ത്യാനിയായപ്പോ വർഷങ്ങൾക്ക് ശേഷം ആ വഴിയിലൂടെ യാത്ര പോയപ്പോൾ അവർ ചോദിച്ചു, ഇബ്നു അബ്ദുറഹീം ഇവിടെയുണ്ടോ? അപ്പോ ആളുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ആൾ ഇവിടെ ഉണ്ട്. ചോദിച്ചു, മാ ഫഅല ഖുർആനുക്, ഇബ്നു അബ്ദുറഹീം നിന്റെ ഖുർആനൊക്കെ എന്തായി? നീ ഹാഫിളായിരുന്നില്ലേ? നീ എന്തായി എന്ന് ചോദിച്ചു. ഉൻസീതുഹാ, എല്ലാം മറന്നുപോയി. ഒരൊറ്റായത്ത് ഞാൻ മറന്നിട്ടില്ല, ബാക്കിയൊക്കെ മറന്നുപോയി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ നീ മറക്കാത്തത്? അവര് ചോദിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആവുന്നു. അല്ല, അതൊക്കെ മറന്നുപോയി. മറക്കാത്ത എന്താണെന്നറിയോ? റുബമാ യവദ്ദുൽ ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അവിശ്വാസികൾ അന്ന് കൊതിച്ചു പോകും, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന്. എന്നാണ് ആയത്തിന്റെ അർത്ഥം. അത് മാത്രം ഇവർക്ക് മറന്നിട്ടില്ല, ബാക്കിയൊക്കെ മറന്നുപോയി എന്ന്. യാ അല്ലാഹ്, പ്രേമം കൊണ്ട് ഈമാൻ നഷ്ടപ്പെടും, ദേഷ്യം കൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ മുതലിനോടുള്ള ആർത്തി, റഗ്ബത്ത്, വെറുതെ പേടിച്ചിട്ട് ജാതിയും മതവും തിരിയാത്ത രീതിയിൽ മുസ്ലിമിന്റെ ഐഡന്റിറ്റി പോലും തേച്ചു മാച്ചു കളഞ്ഞ് എന്തോ കോലത്തിൽ നടക്കുന്ന എത്ര മക്കളുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ വമ്പാട്ട കുട്ടികളെ അങ്ങനെ കാണുന്നില്ല. അൽഹംദുലില്ലാഹ്. ചില നാട്ടിലൊക്കെ ചെന്നാൽ കാതിൽ കുത്തിയിട്ടും കഴുത്തിൽ മാലയും കയ്യുമ വളയും കാൽമ പാദസരത്തിന് പെൺകുട്ടികൾക്കുണ്ട് പാദസരം കിട്ടുന്ന പരിപാടി. അതുപോലെ അതടക്കം മൂക്ക് കുത്തിയിട്ടും പുരുഷന്മാർ. പിന്നെ ഇപ്പൊ ടാറ്റു പച്ച കുത്തുന്നില്ലേ, അതൊക്കെ വൈകാതെ നമ്മുടെ നാട്ടിലൊക്കെ എത്തും. നമ്മുടെ അങ്ങാടികളിലൊക്കെ ടാറ്റു സലൂണുകൾ വരാൻ വലിയ സമയമൊന്നും വേണ്ട. ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അമ്പാടൊന്നുമില്ലല്ലോ ടാറ്റു കുത്തുന്നു. അലിയസർ ബാക്കി ഉസ്താദ് ഇവിടെ ഉണ്ട്. യാ അല്ലാഹ്, ഞാൻ കാവനൂർ ഉസ്താദ്, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് ഓടിയെത്തുന്ന ഒരു മഹാനാണ്. ഒരുപാട് കാലം മസ്കത്തിലായിരുന്നു ഞാൻ. മസ്കത്തിലൊക്കെ 99 2000 പോയ സമയം ഉസ്താദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കിതാബിൻ്റെ രചനയിലാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ സുഹൃത്തിൻ്റെ അബ്ദുൽ കരീം ഹുദവി മുണ്ടംപറമ്പിൻ്റെ അമ്മോഷനും കൂടിയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അവർ കാവനൂരാണ്. അത് മംഗലാപുരത്തെ പരിപാടിക്ക് വരെ വരാറുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പോൾ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറ. റഹബത്തും സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയും, അല്ലേ? ഹറാമിലേക്ക് മനുഷ്യൻ പോകുന്നു. പേടി തോന്നിയാൽ കോലം മാറുന്നു, രൂപം മാറുന്നു, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഹൈഡ് ചെയ്യുന്നു. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അവരിൽ പെട്ടവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ ഫാഷനാണോ നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ അവരായിട്ടാ കൂട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു മെസ്സിയെ കോപ്പി ചെയ്തു, അല്ലെങ്കിൽ റൊണാൾഡോയെ കോപ്പി ചെയ്തു, വേറെ ആരെങ്കിലും കോപ്പി ചെയ്തു, നിങ്ങൾ ആരെയാണോ കോപ്പി അടിക്കുന്നത്, നിങ്ങൾ അവരോടൊപ്പമാണ്. അവർ സ്വർഗത്തിലേക്ക് പോകുന്നു, സ്വർഗത്തേക്ക് പോകും. ഇല്ലേ, അവർ പോകുന്നിടത്ത് നിങ്ങൾ പോകേണ്ടി വരും. അത്രേ വിഷയമുള്ളൂ. ആരെയും പ്രേമിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷേ അവർ പോകുന്നിടത്തേക്ക് നിങ്ങൾ പോകേണ്ടി വരും. ഇതാ പ്രശ്നം.
അതുകൊണ്ട് റഗ്ബത്തിലും റഹബത്തിലും ദേഷ്യം വരുന്നിടത്തും വികാരത്തിന്റെ പ്രശ്നങ്ങൾ, വൈകാരികമായ ചിന്തകൾ വരുന്നിടത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പണി മനുഷ്യർ ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നദറതൻ വസുറൂറാ വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. നല്ല ക്ഷമ വേണ്ടി വരും. കിഫിരിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. വ്യഭിചാരത്തിന്റെ ഒരവസരം കയ്യിൽ കിട്ടിയിട്ടത് ചെയ്യാതിരിക്കുന്നവർ, എത്ര ഗൗരവമാണത്. പെൺകുട്ടികൾ ഇങ്ങോട്ട് തോൾ പിടിക്കാൻ വരുന്ന കാലം, ആൺകുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മിങ്കിളാവാനുള്ള സാഹചര്യങ്ങളുള്ള കാലം, നിയമങ്ങൾ അങ്ങനെ ആവുന്ന ഒരു കാലത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടൊരു പ്രായപൂർത്തി ആയിടം മുതൽ അന്യൊരു പെണ്ണിനെ അന്യവളായിട്ടും അന്യൊരു പുരുഷനെ അന്യനായിട്ടും കാണേണ്ടതും ആ തരത്തിലുള്ള ഇടപെടലുകളെ പാടുള്ളൂ എന്ന് ശരീഅത്ത് പറയുമ്പോൾ, ഇനിയൊരു തലമുറയോട് പറയുമ്പോൾ അതവർക്ക് വിചിത്രമായി തോന്നിയേക്കാം, അത്ഭുതം തോന്നിയേക്കാം. അതെന്താ അങ്ങനെ? ഞങ്ങളൊക്കെ ഇപ്പൊ അതിന് നടക്കുകയാണോ? അതാണോ ഇതിനർത്ഥം? അതൊന്നും അതിന്റെ അർത്ഥമാവണമെന്നില്ല. അള്ളാഹുവിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയെ, പുരുഷന്മാരായ വിശ്വാസികളോട് പറയണം, അവരുടെ കണ്ണ് എല്ലായിടത്തേക്കും അഴിച്ചുവിടരുത്. ഒരു കല്യാണത്തിന് ചെന്നാൽ, ഒരു സദ്യക്കു ചെന്നാൽ, ഒരു വിവാഹ ചടങ്ങിലെത്തിയാൽ, ഒരു ക്യാമ്പസിലെത്തിയാൽ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ഇഷ്ടപ്പെടുന്നത് മുഴുവൻ നിങ്ങൾക്ക് നോക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ കണ്ണുകളെ ചിമ്മേണമേ എന്ന് പറയണം നബിയെ. വയഹ്ഫളൂ ഫുറൂജഹും. അങ്ങനെയെങ്കിൽ മാത്രമേ അവരുടെ ജനനേന്ദ്രിയങ്ങളെ അവർക്ക് സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതില്ലാത്തവർ വ്യഭിചാരത്തിൽ ചെന്ന് ചാടുക തന്നെ ചെയ്യും. വഖുല്ലിൽ മുഅ്മിനാത്ത്. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. അവരും അവരുടെ കണ്ണുകൾ ചിമ്മണമെന്ന്. പെണ്ണുങ്ങൾക്കൊരു തരത്തിൽ ലജ്ജയും നാണവും എന്ന് പറഞ്ഞ സംഗതി, പർദ്ദട്ട പിന്നെ ആണുങ്ങളെ പോലെ നടക്കാം എന്ന് വിചാരിക്കുന്ന കൂട്ടരുണ്ട്. അവരങ്ങനെ ആണുങ്ങളെപ്പോലെ തന്നെ നടക്കുന്നു. ഒരു റുജൂലത്ത്, എന്തൊരു വൃത്തികേടാണത്. ചിലർ നിഖാബ് വരെ ധരിച്ചിട്ടുണ്ടാവും. നാട്ടിലെല്ലാ കഥയും അവർ കാണുന്നുണ്ടാവും. അവരെ കാണുന്നില്ലല്ലോ. ഇതാണോ നിഖാബ് എന്ന് പറഞ്ഞാൽ? അവരെ ഇങ്ങോട്ട് കാണരുത് എന്ന പ്രകാരം തന്നെ അവരങ്ങോട്ടും കാണാതിരിക്കണ്ടേ? അപ്പോഴല്ലേ നിഖാബാവുള്ളൂ. ഇതിന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കണ പോലെ ഒരു നിഖാബ് ഒരാരും കണ്ടിട്ടില്ല, പക്ഷേ എല്ലാ കഥയും അവർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആവരുത്. നമ്മുടെ കണ്ണുകൾ പുരുഷന്മാർ സൂക്ഷിക്കണം, പെണ്ണുങ്ങൾ അവരുടെ കണ്ണുകൾ അവരും സൂക്ഷിക്കണം. എങ്കിലേ നിങ്ങളുടെ മനസ്സിന് ശുദ്ധത ഉണ്ടാവും. മനസ്സ് ശുദ്ധിയായാലേ അള്ളാഹുവിനെ പറ്റി പറയുന്ന അങ്ങോട്ട് കയറുള്ളൂ, അല്ലെങ്കിൽ കയറൂല. فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا فوقاهم الله شر ذلك اليوم. ഖിയാമത്തിന്റെ എല്ലാ ഷർറുകളും അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചവർക്ക് റബ്ബ് തആല സംരക്ഷണം നൽകും എല്ലാ ഷർറിൽ നിന്ന്. നാളെ സൂര്യനെ അള്ളാഹു അടുത്തേക്ക് കൊണ്ടുവരും. അവിടെ തണൽ വിരിക്കും. ദാഹമുണ്ട്, അവർക്ക് ഹൗദുൽ കൗസർ അല്ലാഹു കൊടുക്കും. ഖിയാമത്ത് ദൈർഘ്യമേറിയ നൃത്തമാണ്. അത് അസ്ർ മഗ്രിബിന്റെ സമയം പോലെ അള്ളാഹു ചുരുക്കി കൊടുക്കും. നന്മകളെ കനം തൂക്കി കൊടുക്കും. കിതാബുകൾ, തതായുറുസ് സുഹഫ് എന്ന് പറയുന്ന കിതാബുകൾ വലതിലോ ഇടതിലോ കൊടുക്കുന്ന നേരത്ത് വലത് കൈയിൽ വാങ്ങാൻ കഴിയും. ഇതൊക്കെ ആർക്കാണെന്നറിയോ? ആർക്കാണ്? വജസാഹും ബിമാ സബറൂ. ക്ഷമിച്ചതിന്റെ പേരിൽ. കൂട്ടുകാർ പറയും, ഡാ പോരുന്നോ, അടിച്ചു വിളിക്കാം. എന്താ? ഏതെങ്കിലും വല്ല പെൺകുട്ടിനെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കള്ളു കുടിക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. ഇത് പറയുമ്പോഴേ ഞാനൊരു മുസ്ലിമാണ്, അള്ളാഹുവിന് റസൂലിനും പേടിക്കേണ്ട ആളാണ്, നിങ്ങളത് ചെയ്യല്ലേ എന്ന് കൂട്ടുകാരോട് പറയേണ്ടവരാണ്. മിനിമം ഞാനില്ല, എന്നതിന് കിട്ടൂല എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. നബ്തലി, പരീക്ഷണം അവിടെയാണ്. ഒരു തിന്മയുടെ മുമ്പിലെത്താതെ എങ്ങനെ പരീക്ഷിക്കുക? പരീക്ഷണം സാധ്യമാവണമെങ്കിൽ ഒരു തിന്മയുടെ മുമ്പിൽ നമ്മൾ ചെന്നുപോയി ചാടണം. കള്ളുടിക്കാത്ത കൂലി ഒരുപക്ഷെ പുസ്തകന്മാര് മുസാലിമികൾ കിട്ടിക്കോണമെന്നില്ല. എന്തേ? അവരാ ലോകം കാണുന്നേ ഇല്ലല്ലോ. അല്ലാത്തവർ എയർപോർട്ട് ലോഞ്ചുകൾ ഉപയോഗിക്കുന്നവരാണ്, 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്നവരാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ, ഇപ്പോൾ UK ലണ്ടനിലൊക്കെ ചെന്ന എല്ലാ റെസ്റ്റോറൻറ്റിലും കള്ളുവെക്കൽ നിർബന്ധം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും കള്ളുണ്ടാവും. വെള്ളത്തിന് 1.5 പൗണ്ടാണെങ്കിൽ കള്ളിന് 1 പൗണ്ടാണ്. അപ്പോൾ 50 പൈസ കുറവാ കള്ളിന്.
മനുഷ്യന്മാർ വാങ്ങിക്കുടിക്കും. നമ്മുടെ മലയാളികൾ പോലെ മൂത്രച്ചൂടാന്ന് പറഞ്ഞ് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യുക? നാട് മാറി ചെല്ലുമ്പോൾ കോലം മാറുന്നുണ്ട്. പടച്ചോൻ കാക്കട്ടെ. ഒരു പരീക്ഷണം മുമ്പിലെത്തുമ്പോഴല്ലേ നമ്മളത് ചെയ്യൂല്ലേ എന്നറിയുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ അറിയാനാ? അതുകൊണ്ട് സ്വന്തം കൂട്ടുകാര് തിന്മയിലേക്ക് പോകുമ്പോ നിങ്ങൾ പോവല്ലേ എന്ന് പറഞ്ഞവരെ പിടിച്ചു നിർത്തണം. ഞാനതിനില്ല എന്ന് പറയാൻ കഴിയണം. പെൺകുട്ടികളെ, നിങ്ങൾ സ്കൂളിൽ കൂടെ പഠിക്കുന്നവരുടെ കൂടെ നിങ്ങളുടെ ക്ലാസ്മേറ്റുകളോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ഹറാമിന്റെ ലഹരി ചുവയുള്ള വാക്കുകൾ അവരെന്ന് വരാൻ തുടങ്ങുമ്പോ, നിങ്ങളുടെ കൂട്ടുകാര് നിങ്ങളുടെ ദേഹത്ത് കൈവെക്കാൻ തുടങ്ങുമ്പോ ഇത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പെൺകുട്ടികളെ നിങ്ങൾ ധൈര്യം കാണിക്കണം. അതാണ് നിങ്ങളുടെ അസ്തിത്വം, നിങ്ങളുടെ അന്തസ്. ഇത് പറയാൻ കഴിയണം. ഞാനൊരു മുസ്ലിമച്ചാണ്, എനിക്കെന്റെ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകേണ്ടതുണ്ട് എന്ന ഓർമ്മയുണ്ടായി സ്വന്തം ശരീരത്തെ സൂക്ഷിക്കാൻ ആണും പെണ്ണും തയ്യാറാണെങ്കിലല്ലയോ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന മക്കളെ, പ്രായപൂർത്തിയെത്തിയവർ 20, 25, 26 വയസ്സായി കല്യാണം കഴിക്കാത്തവർ, അവർ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നത് വ്യഭിചാരം ചെയ്തുകൊണ്ടോ മദ്യപിച്ചതിന് ശേഷമോ ആണ് കിടക്കുന്നതെങ്കിൽ, ലഹരി മയക്കും മണം പോലും അറിയില്ല. ലഹരിയുടെ പ്രശ്നം അതാണ്. കള്ളുടിച്ചാലും മണം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും അറിയാൻ പറ്റൂല. അങ്ങനെ വന്ന് കിടക്കുന്ന മക്കളാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എങ്ങനെയാണ് ആ വീട്ടിലേക്ക് വരിക? ഉമ്മാക്കറിയുന്നുണ്ടാവില്ല, വാപ്പാക്കറിയുന്നുണ്ടാവില്ല. നിങ്ങൾ അറിയുമോ, ഒരു നായയുടെ കുഞ്ഞ്, ഒരു ജർവ് നായയുടെ കുഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരുക്കിയിരുന്ന വീടിന്റെ കട്ടിലിന്റെ താഴെ കുറച്ച് ദിവസം അവിടെ വന്ന് കിടന്നുറങ്ങിയത് അറിയാതെ പോയി. വഹി വരുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജിബ്രീലേ അബ്തഅത അലയ്യ, ജിബ്രീലേ നിങ്ങൾ എന്താണ് എൻ്റെ അടുത്തേക്ക് വരാൻ നേരം വൈകിയത്? അങ്ങ് വരുമോ എന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു, വഹി ലഭിക്കാൻ വേണ്ടി, ഖുർആൻ സ്വീകരിക്കാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു, നബിയേ വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, അല്ലാഹു ഞങ്ങളോട് പറയുമ്പോഴേ ഞങ്ങൾക്ക് വരാൻ കഴിയൂ നബിയേ. അള്ളാഹുവിന്റെ പെർമിഷൻ ഇല്ലാതെ ആകാശ ലോകത്ത് നിന്ന് യാത്ര ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. പിന്നെയോ അങ്ങയുടെ വീടിന്റെ ഉള്ളിൽ ഒരു നായ കിടന്നുറങ്ങുന്നുണ്ട്, ആ നായ അവിടെ ഉണ്ടായിരിക്കെ അത്തരം വീട്ടിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് മറുപടി പറയുന്നു. നായ മുഗല്ലളായ നജസാണ്. പക്ഷെ നായക്ക് വെള്ളം കൊടുത്ത ഒരു അഭിസാരികയായ പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുത്തിട്ടുണ്ട്, മറക്കരുത്. നായ കൊല്ലണമെന്നല്ല മസല. നായ അത് നിങ്ങളെ തൊടുകയോ അതിന്റെ സലൈവാവുകയോ നനവോടുകൂടെ തൊടുകയോ ചെയ്താൽ 7 പ്രാവശ്യം കഴുകണം, അതിലൊന്ന് മണ്ണിട്ട വെള്ളം കൊണ്ടാവണമെന്ന് മസല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ജീവിക്ക് വെള്ളം കൊടുത്ത് ഒരു വ്യഭിചാരി പെണ്ണിന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, നായക്ക് വെള്ളം കൊടുത്തിട്ട്. അത് അള്ളാഹു പടച്ച സൃഷ്ടിയാണ്. അങ്ങനെയാ, ചില സൃഷ്ടികൾ അങ്ങനെയാണ്. പാമ്പ് അത് കടിക്കുന്നതാണ്. ഹിംസ്ര ജന്തുക്കളുണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ. ആ ജീവി അങ്ങനെ ആയത് ആ ജീവിയുടെ കുറ്റമല്ല. അങ്ങനത്തെ ഒരു നായ കിടന്നുറങ്ങിയിട്ട് പോലും അവിടെ വഹി വന്നിട്ടില്ല എങ്കിൽ ബുദ്ധിയും വിശേഷ ബുദ്ധിയും അറിവും തൻ്റെ ഇടവുമുള്ള മനുഷ്യ മക്കളെ മുസ്ലിം കുടുംബങ്ങളിൽ തിന്മകൾ ചെയ്ത് കിടന്നുറങ്ങുമ്പോ പാതിരാവിൽ വന്ന് കയറി, വീടിന്റെ വാതിൽ തുറന്ന് കയറി കൂർക്കം വലിച്ചുറങ്ങുമ്പോ അള്ളാഹുവിന്റെ വേണ്ടി ഒരു ചിന്ത പോലും ഇല്ലാതെ നിസ്കാരം പോലും നഷ്ടപ്പെടുത്തി കഴിയുമ്പോ ആ വീട്ടിലേക്ക് എങ്ങനെയാണ് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരിക? തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ നന്നാവണം എന്ന തോന്നലില്ലാതെ വന്നാൽ എപ്പോഴാണ് മലക്കുൽ മൗത്ത് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ആർക്കറിയാം? അറഫ മൈതാനിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് അവസാനത്തെ അന്ത്യപ്രഭാഷണം ചെയ്യുമ്പോൾ അവിടുത്തെ ഫെയർവെൽ സ്പീച്ച്, അവസാനത്തെ പ്രഭാഷണം, ആ പ്രഭാഷണം നബി തങ്ങൾ നടത്തുമ്പോൾ അവിടത്തേക്ക് 62 വയസ്സാണ് പ്രായം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 62 വയസ്സ് നബിക്ക് പ്രായമാകുമ്പോൾ ശരീരത്തിൽ കുടവയർ നബി തങ്ങൾക്കില്ലായിരുന്നുവെന്നാണ് ചരിത്രം. ആരോഗ്യം, പൂർണ്ണ ആരോഗ്യവാനാണ്. ഒരു പല്ല് പോലും പൊഴിഞ്ഞു പോയിട്ടില്ല. താടിയിലും തലയിലുമായി 20ഓളം രോമങ്ങളെ നബി തങ്ങൾക്ക് നരച്ചിട്ടുള്ളൂ 62 വയസ്സായപ്പോ. എന്നിട്ടും നബി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇസ്മഊനി, എന്നെ കേൾക്കണമേ, ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ ആമി ഹാദാ,
ഈ ഒരു കൊല്ലത്തിന് ശേഷം ഈ സ്ഥാനത്ത് വെച്ച് ഇനി ഒരിക്കലൂടെ നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇനി ഒരിക്കലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമോ എന്നറിയില്ല. യൂഷിക്കു അൻ യഅ്തിയനി റസൂലു റബ്ബി, മരണത്തിന്റെ ദൂതനായ മലക്ക് എന്നെ സമീപിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു, ഞാനൊരു കാലെടുത്ത് വെക്കുമ്പോൾ അടുത്ത കാല് വെക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുമോ എന്ന് ഞാൻ പേടിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കാറുണ്ടോ അത്? അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ, ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, ദീർഘായുസ്സും സലാമത്തും ഈമാനും തഖ്വയും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. ക്ഷമിച്ചതിന്റെ പേരിൽ എപ്പോഴാ ക്ഷമിക്കാന്നറിയോ? കൂട്ടുകാര് മുഴുവനും അത് ചെയ്യുമ്പോ അത് ചെയ്യാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ക്ഷമ വേണ്ടി വരും. കൂട്ടുകാരികൾ മുഴുവനും തലയിലെ സ്കാഫ് ഊരിക്കളഞ്ഞ് മുടി കാണിച്ച് നടക്കുമ്പോ ഒരു പെണ്ണ് മാത്രം ഹിജാബ് ഇട്ട് നടക്കുമ്പോൾ അവൾക്ക് നല്ല ക്ഷമ വേണ്ടി വരും. കൂട്ടുകാര് മുഴുവനും ഗേൾഫ്രണ്ടുമായി നടക്കുമ്പോ എനിക്കതില്ല എന്ന് പറയുമ്പോ നീ മറ്റേതെങ്കിലും ജാതിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇന്ന്. ഒരു പെൺകുട്ടിക്ക് ഒരു ഗേൾഫ്രണ്ട് ഇല്ല എന്ന് പറയുമ്പോ നീ മറ്റേതെങ്കിലുമാണോ, സ്വർഗഭോഗിയാണോ എന്ന് ചോദിക്കുന്ന പെൺകുട്ടികളുണ്ട്. എത്ര വലിയ ദുരന്തമാണ് രാജ്യത്തിന്, നാടിൽ, നമ്മുടെ ചിന്തകളിൽ വരുന്ന ഈ മാറ്റങ്ങൾ നമ്മുടെ ഈമാനിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈമാനിന്റെ മതിൽ വന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രക്ക് കടുത്ത ഈമാനുള്ളവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കാലം തങ്ങൾ പറയുമായിരുന്നു, അജ്റുൽ ആമിലി ഫീഹിം കഅജ്രി 50. ആ കാലഘട്ടത്തിൽ അമല് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു 50 ആളിന്റെ കൂലി കൊടുക്കും. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയേ 50 മിൻഹും, ആ അവസാന കാലഘട്ടത്തിലെ അവരിൽപ്പെട്ട 50 ആളിന്റെ കൂലിയോ? ഖാല ലാ, അല്ല, 50 മിൻകും, നിങ്ങളിൽ 50 സ്വഹാബിന്റെ കൂലിയാണ് അന്ന് നിസ്കരിക്കുന്ന ഒരാൾക്ക്. 50 സ്വഹാബി നിസ്കരിച്ച കൂലി ഒരാൾക്ക്, 50 സ്വഹാബി നോമ്പെടുത്ത കൂലി ഒരു നോമ്പെടുക്കുന്നവന്. അങ്ങനത്തെ കൂലി അല്ലാഹു കൊടുക്കുന്നത് എന്തുകൊണ്ട് നബിയേ എന്ന് ചോദിച്ചപ്പോ, സ്വഹാബികളെ, നിങ്ങളുടെ കൂടെ നന്മ ചെയ്യാൻ ആളുകളുണ്ട്, നിങ്ങളുടെ കൂടെ നന്മയ്ക്ക് സഹായിക്കാൻ ആളുകളുണ്ട്. വാങ്ക് വിളിച്ചാൽ നിങ്ങൾ എല്ലാം ജമാഅത്തിനെത്തുന്നവരാണ്. എന്നാൽ ഇനിയൊരു കാലഘട്ടം വരും, നിസ്കരിക്കാൻ കൂടെ ഉള്ളവർ വരില്ല. ഒരാൾ ഒറ്റക്ക് പോയി നിസ്കരിക്കേണ്ടി വരും. നോമ്പെടുക്കാൻ ആളുകളില്ല കൂടെ, ഒറ്റക്ക് പോകേണ്ടി വരും. ഗേൾഫ്രണ്ട് ഇല്ലാത്ത ഒരു ബോയ് പോലുമില്ല, ഒറ്റക്ക് നടക്കുന്നവനായിരിക്കും അവര്. ബോയ് ഫ്രണ്ട് ഇല്ലാത്തൊരു ഗേളുമില്ല, ആ ഗേൾ ഒറ്റക്ക് നടക്കേണ്ടി വരും. 50 സ്വഹാബിയത്തിന്റെ കൂലി ആ പെണ്ണിന് അല്ലാഹു നൽകും, ആ പെൺകുട്ടിക്ക് അല്ലാഹു നൽകും. ആ ക്യാമ്പസിൽ ആ പെണ്ണ് ക്ഷമിച്ചു നടക്കേണ്ടി വരും. വജസാഹും ബിമാ സ്വബറൂ ജന്നതൻ വഹരീറാ. അല്ലാഹു തആല സിൽക്കും പട്ടും പവിഴങ്ങളും രത്നങ്ങളുമുള്ള സ്വർഗലോകം അവർക്ക് നൽകുന്നു. കാരണം പറഞ്ഞത് ബിമാ സ്വബറൂ, ക്ഷമിച്ചത് കാരണം. ക്ഷമ എളുപ്പമല്ല മുഅ്മിനെ. اللهم اجعلنا من الصابرين اللهم اجعلنا من الصابرين. അതുകൊണ്ട് നമ്മൾ നന്നാവണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യമായി വേണ്ടത് മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാക്കുക. അല്ലാഹു ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കിയാലേ നമ്മൾ രക്ഷിതാവിനെ സംബന്ധിച്ച് അറിഞ്ഞാലേ നമ്മൾ അല്ലാഹുവിനെ സംബന്ധിച്ച് അനുസരിക്കുള്ളൂ. പടച്ചവൻ അനുസരിക്കണമെങ്കിൽ അല്ലാഹുവിനെ അറിയണം. فيا عجبا كيف يعصى الإله أم كيف يجحده الجاحد ولله في كل تحريكة وفي كل تسكينة شاهد وفي كل شيء له آية تدل على أنه واحد. فيا عجبا അത്ഭുതം كيف يعصى الإله, എങ്ങനെയാണ് പടച്ചവനെ അനുസരിക്കാതിരിക്കുക? ഒരു ഫോണാവട്ടെ, ഐപാഡ് ആവട്ടെ, ഒരു വാച്ച് ആവട്ടെ, ഇത് വെറുതെ ഉണ്ടായി എന്ന് പറയോ?
ഒരു വാച്ച് വെറുതെ ഉണ്ടായി എന്ന് പറയുമോ? ഇത് വെറുതെ ഉണ്ടായതാണ്, ഇങ്ങനെ മുളച്ചതാണ്, ആരെയും പറയുമോ? ഇല്ല. എന്തേ? അതൊരാൾ ഉണ്ടാക്കിയതാണ്. ആപ്പിൾ വാച്ചാണ്, അപ്പോൾ സ്റ്റീവ് ജോബ്സിന്റെ കമ്പനി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ പോയി കണ്ടോ ഉണ്ടാക്കിയ ആളെ? ഇല്ല. എന്നാലും ഇത് ഉണ്ടാക്കിയ ഒരാളുണ്ട് നിങ്ങൾ പറയണില്ലേ? ഉണ്ട്. ആൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ആള് വേണം, ഉണ്ടാക്കിയ ആള് വേണം. ഫോൺ ഇത് വെറുതെ ഉണ്ടായി, ഒരു ഫോൺ വെറുതെ ഉണ്ടായി എന്ന് പറയുമോ? ഇല്ല. ഇതുണ്ടാക്കിയതല്ലേ, മാനുഫാക്ചർ ചെയ്തല്ലേ. അത് എവിടെ നിന്നാണ്? അത് UK നിന്ന് ഉണ്ടാക്കിയതാണോ, ഓസ്ട്രേലിയയിൽ നിന്നാണോ, ചൈനയിൽ നിന്നാണോ, ജപ്പാനിൽ നിന്നാണോ? ഇതൊക്കെ വേറെ ചർച്ചയാണ്. ഇത് ഒരാൾ ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കയ്യിലെ ഫോൺ ഉണ്ടാക്കിയ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടാക്കിയ മാനുഫാക്ചർ കമ്പനി വർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഫോൺ ഉണ്ടാക്കുന്ന കമ്പനി വർക്ക് ചെയ്ത ആരെങ്കിലും ആ ഫോൺ കൈ പിടിച്ചിരിക്കുന്നുണ്ടോ അവിടെ? ഉണ്ടോ? വെറുതെ തലയും മാത്രം ഞാൻ വിചാരിച്ച ഫോൺ കമ്പനി വർക്ക് ചെയ്യാണെന്ന്. അപ്പോൾ ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. കണ്ടതേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ എത്ര മണ്ടത്തരമാണ്. നമ്മൾ കാണാതില്ല ഇപ്പൊ വിശ്വസിക്കുന്നത്. ഉണ്ടാക്കിയൊരു മാനുഫാക്ചർ ഉണ്ട്, ഒരു ഫാക്ടറി ഉണ്ട്, ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല. എന്നിട്ട് പറയാണ് ഈ നിൽക്കുന്ന തടി ഇത് വെറുതെ ഉണ്ടായതാ, ഈ തടികളൊക്കെ വെറുതെ ഉണ്ടായതാ, ഈ തലച്ചോറ് അങ്ങനെ വെറുതെ കുറച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് അവിടെ ഇങ്ങനെ കുറച്ച് ഇലക്ട്രോണുകൾ ഇങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ തന്നെ അവിടെ നടക്കണുള്ളൂ. യു ആർ നോട്ട് എ പ്രോപ്പർ ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ്, നമ്മൾ മറ്റെന്തോ ആണ്. അജബൻ, അത്ഭുതമേ, പടച്ചോനില്ല എന്ന് പറയുകയോ? എന്ത് കഥ! ഇന്നിപ്പോ ഇതിനാണ് ഇപ്പോൾ ആൾക്കാർ ഫേസ്ബുക്ക് പേജിലൊക്കെ ഈ ദൈവനിഷേധത്തിന്റെ പേജിലൊക്കെ വെറുതെ കയറി കൂടും. പൊന്നു ചങ്ങാതിമാരെ, ഈമ നഷ്ടപ്പെടുത്തണ്ട. ഇങ്ങനെ പടച്ചോനില്ല എന്ന് കഴിഞ്ഞ ഒരു 100 കൊല്ലത്തെ ഏറ്റവും വലിയ തിസീസുകൾ സമർപ്പിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇന്ന് മുസ്ലിമല്ല. അദ്ദേഹം തൻ്റെ ദൈവനിഷേധം ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓതർ ഓഫ് ദ ബുക്ക് There is a God. In one of the എന്താ പേര്? ആന്റണി ഫ്ലൂ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കഴിഞ്ഞ ഒരു 100 കൊല്ലം യുക്തിവാദികൾ ഉദ്ധരിച്ചത് മുഴുവൻ ആന്റണി ഫ്ലൂവിന്റെ പുസ്തകങ്ങളാണ്, അയാളുടെ ഉദ്ധരണികളാണ്. പടച്ചോനില്ല എന്ന് പറയാൻ. അദ്ദേഹത്തിന് 90 വയസ്സ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തിരിഞ്ഞു പടച്ചോനുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു പുസ്തകം, ഒരു കോറൈറ്ററാണ്, അദ്ദേഹത്തിന് വേറെ ഒരു കോറൈറ്റർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. There is a God. പടച്ചവൻ ഉണ്ട്. ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി തെറ്റ്. എപ്പോഴേ പറയണമെന്നറിയോ? ചെറുപ്പം മുതൽ പറഞ്ഞു തുടങ്ങിയതാ പടച്ചവൻ ഇല്ല. എന്നിട്ട് ഈ മനുഷ്യനെ തിരിഞ്ഞപ്പോഴേക്കും 90 കൊല്ലം എടുത്തു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ കുഴി ചാടിയിട്ട് തന്നെ കയറണോ? അവിടെ കുഴി ഉണ്ടെന്ന് ബോർഡ് വെച്ചാൽ മനസ്സിലാക്കിയാൽ പോരെ? അവിടെ തന്നെ ചാടിയിട്ട് കയറി പോരണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ ഒരു പുസ്തകം എഴുതി, There is a God. നോൻ എഴുതിയത് വെട്ടിയിട്ട് There is a God. ആന്റണി ഫ്ലൂ. ഇത്ര വലിയ യുക്തിവാദികളുടെ നേതാക്കന്മാരുടെ നേതാവ് അദ്ദേഹം. അയാളിപ്പോ ദൈവനിഷേധം ഒഴിവാക്കി പടച്ചവനുണ്ട് എന്ന് തിരുത്തി പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര മനുഷ്യന്മാർ ഇയാളെ ബടായും കേട്ട് ഇസ്ലാമെന്നും ദീനെന്നും പുറത്തുപോയി മരിച്ചു പോയിട്ടുണ്ടാവും. അയാൾക്കിപ്പോ തിരിഞ്ഞു, ഞാൻ പറഞ്ഞ തെറ്റായിരുന്നു. തിരിഞ്ഞപ്പോഴേക്കും 90 കൊല്ലം കഴിഞ്ഞു. ആലോചിക്കണം. ഈ അബദ്ധത്തിലേക്കാണ് ചില രാഷ്ട്രീയ സംഘടനകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അബദ്ധത്തിലേക്കാണ് ചില ചിന്താധാരകൾ നമ്മുടെ മക്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, പടച്ചവനില്ല എന്ന് പറയിപ്പിക്കാൻ. ആ ഒരു ദുരന്തത്തിൽ നമ്മൾ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ, മക്കളെ, എൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ ചെറുപ്പക്കാരെ, നമുക്ക് നഷ്ടമാകുന്നത് ദുന്യാവിലൊരു സിന്ദാബാദായിരിക്കൂല, സ്വർഗമായിരിക്കും. നരകത്തിൽ കാലാകാലം കിടക്കേണ്ട ഒരു അദാബിലേക്കാണ് നമ്മൾ പോകുന്നത്. അള്ളാഹു അങ്ങനെയാണ് നമ്മോട് താക്കീത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി, വലില്ലാഹി ഫീ കുല്ലി തഹരീകത്തിൻ വഫീ കുല്ലി തസ്കീനത്തിൻ ഷാഹിദു. ഓരോ സാധനങ്ങൾ അനങ്ങുമ്പോഴും അനങ്ങാതിരിക്കുമ്പോഴും അള്ളാഹു ഉണ്ട് എന്ന് വിളിച്ചു പറയുന്ന ലക്ഷ്യങ്ങളല്ലയോ അത്. വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ
തദുല്ലു അലാ അന്നഹു വാഹിദു വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. സൂര്യൻ അസ്തമിക്കുന്നത്, സൂര്യഗോളം 1,00,000-ലേറെ ഭൂമിനെ ഉള്ളിൽ വെച്ച സ്ഥലമുണ്ട് സൂര്യൻ്റെ ഉള്ളിൽ നിന്ന്. 1,00,000 ഭൂമി, മമ്പാട്ടങ്ങാടിൻ്റെ 10 ഈ ഭൂമി മൊത്തം എടുത്തിട്ട് 1,00,000 ഭൂമിയെ കൊണ്ടുപോയിട്ടാൽ സൂര്യൻ്റെ ഉള്ളിൽ കൊള്ളാൻ സ്ഥലമുണ്ട്. ആ സൂര്യനെ നമ്മൾ ചെറിയ വട്ടത്തിൽ കാണുന്നത് അല്ലേ? ഈ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരുന്നു, നമ്മുടെ ചെടികളിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നു, നമ്മുടെ ജീവജാലങ്ങൾക്ക് എല്ലാം അസ്തിത്വം അല്ലാഹു അരുളുന്നു. ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മാനതങ്ങൾ അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. വെള്ളൂർ മാനതങ്ങൾ അവറുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതെ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനക്ക് തങ്ങൾ അവറുകൾ എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ലൈസ ബിഅമാനിയികും വലാ അമാനി അഹ്ലിൽ കിതാബി മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ. അള്ളാഹുവിൻ്റെ ഓരോ ദൃഷ്ടാന്തവും നിങ്ങളുടെ ഓരോ ശരീരകോശത്തിലും നിങ്ങളുടെ അനക്കത്തിലും അടക്കത്തിലും ഇല്ലയോ? സ്പൈൻ, തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പുകൾ സ്പൈനിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു ഞരമ്പിന് ചെറിയൊരു ഡാമേജ് വന്നാൽ നമ്മുടെ അരക്ക് താഴെ അനക്കല്ല എന്ന് പറയും അല്ലേ? സ്ട്രോക്ക് സംഭവിക്കും, ശരീരം തളർന്നു പോകും, കണ്ണിൻ്റെ കാഴ്ച പോകും. ഒരു വിരലിനൊരു പ്രശ്നം വന്നാൽ തലച്ചോറിൽ അതിൻ്റെ അറ്റാക്ക് വരും. എന്താണ് നമ്മുടെ ശരീരം? അത്ഭുതങ്ങളുടെ കലവറയല്ലേ? അത്ഭുതങ്ങളുടെ കലവറയാണ്. എല്ലാറ്റിനും അല്ലാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ തന്നിട്ടില്ലയോ? കോടിക്കണക്കിനല്ല ബില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറം 26 ബില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറം കിടക്കുന്ന നക്ഷത്രങ്ങളെ മനുഷ്യരിന്ന് കണ്ടെത്തി കഴിഞ്ഞു. 26 ബില്യൺ പ്രകാശവർഷം. 1000 10 ലക്ഷങ്ങൾ കൂടുമ്പോഴാണ് ഒരു ബില്യൺ ആവുക. 1000 10 ലക്ഷം കൂടുമ്പോൾ ഒരു ബില്യൺ ആവും. അങ്ങനെ 26 ബില്യൺ കൊല്ലം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന സാധനം സഞ്ചരിച്ചു തുടങ്ങിയാൽ എത്തുന്ന കിലോമീറ്റർ എത്രയോ? അതാണ് 26 ബില്യൺ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ. ആകാശത്തേക്ക് കിലോമീറ്റർ കൂട്ടൂല, മേലോട്ട് കിലോമീറ്റർ വളരെ കുറഞ്ഞ ദൂരം. നമ്മൾ ഫ്ലൈറ്റൊക്കെ പോകുന്നത് ഒരു 12-11 കിലോമീറ്റർ ഹൈറ്റിലേ പോകുള്ളൂ. വലിയ ഫ്ലൈറ്റ്, ഡബിൾ ഡെക്കർ 380 എന്നൊക്കെ പറയുന്ന ഡബിൾ ഡെക്കർ ഫ്ലൈറ്റൊക്കെ പോകുന്നത് 11-11.5 കിലോമീറ്റർ ഹൈറ്റിലാണ്. അപ്പോൾ നമ്മൾ എക്സ്പ്രസ്സൊക്കെ പോകുക അതിന് താഴെ ഇരിക്കും. ഇത്ര ഹൈറ്റിലേ പോകുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും അളക്കാൻ പറ്റില്ല. പിന്നെ ഒരു 85 കിലോമീറ്റർ വരെ ഓക്സിജൻ കിട്ടും, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് വളരെ അത്ഭുതമാണ്. മേലോട്ട് കണക്ക് കൂട്ടുമ്പോൾ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം ആണ് കണക്കാക്കുക. ഒരു സൂര്യപ്രകാശം, നമ്മളിപ്പോൾ നേരം വെളുത്ത് വെളിച്ചമുണ്ട് എന്ന് പറയും, ഇന്ന് മഴക്കാറാന്ന് പറയും. സൂര്യപ്രകാശം എന്ന് പറഞ്ഞ സാധനം യാത്ര ചെയ്യുന്ന സാധന. അതിൻ്റെ അത്ര സ്പീഡുള്ള സാധനം ലോകത്ത് വേറെയില്ല. അതുകൊണ്ടാണ് വദ്ദുഹാ, സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം എന്ന് ഖുർആൻ. വശംസി വദ്ദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, അതിൻ്റെ പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യപ്രകാശം വലിയ അത്ഭുതം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഒരു സെക്കൻഡിൽ 3 കിലോമീറ്റർ അല്ല, നമുക്ക് വടവർക്കെത്താൻ പറ്റും. സെക്കൻഡിൽ 3 കിലോമീറ്റർ അല്ല, 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ പോകുന്ന സാധനം. ആ സാധനം ഒരു കൊല്ലം സഞ്ചരിച്ച എത്ര ദൂരം പോകും? ഒരു സെക്കൻഡിൽ 3 ലക്ഷം. അപ്പോൾ ഒരു മിനിറ്റ്, ഒരു മണിക്കൂർ, ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു കൊല്ലം, അത് 10 ലക്ഷം കൊല്ലം യാത്ര ചെയ്താൽ എത്ര ദൂരം പോകും? അങ്ങനത്തെ ഒരു 1000 10 ലക്ഷം കൊല്ലം കണക്കൂട്ടുക. അങ്ങനത്തെ ഒരു 26 ബില്യൺ കൊല്ലങ്ങൾ ഈ സ്പീഡിൽ സാധനം പോയാൽ എത്തുന്ന ദൂരം അവിടെ നക്ഷത്രം ഉണ്ട്. എന്നിട്ട് മനുഷ്യന്മാർ ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ്, ഇതിനൊന്നും സൃഷ്ടിപ്പ് ചെയ്ത ആരുമില്ല, ഇതൊക്കെ ഇങ്ങനെ സ്വയംഭൂവാണ്, ഇത്ര വലിയ വിഡ്ഢിത്തം ആരാ എന്ന് ലോകത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇവരെ പറ്റി പല ബുദ്ധിജീവികളാണ്. അതിന് സിന്ദാബാദ് വിളിക്കാൻ കുറേ ശരി തന്നെയാണ്, എന്തായാലും കുഴപ്പമെന്ന്.
ഈ പറയുന്ന കുഴപ്പം എന്താന്ന് പറഞ്ഞ അപ്പം എന്ന് പറഞ്ഞ ആളില്ലേ, ആ മനുഷ്യൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അയാളാണോ, അയാൾ ഉണ്ടാക്കിയതാണോ? അല്ല, ഉമ്മയപ്പയാണോ ഉണ്ടാക്കിയത്? അവരതിന്റെ ചെറിയൊരു കാരണം മാത്രമാണ്. ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് ഉമ്മയാണോ? അങ്ങനെ ഉമ്മാക്ക് തീരുമാനിക്കാമല്ലോ കുട്ടീന്റെ ചെറുക്കൊക്കെ. ഉമ്മാക്കൊന്നും ചെയ്യാൻ പറ്റൂല. പാപ്പക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതുണ്ടേ ഉമ്മാരെല്ലാ കുട്ടികളും ചെറുക്കുള്ള കുട്ടികളായിട്ടല്ലേ പുറത്തേക്ക് ഇറക്കുള്ളൂ. അങ്ങനെയല്ലല്ലോ സംഭവിക്കണത്. ഉണ്ടാക്കുന്നത് ഉമ്മയും വാപ്പയല്ല, അതിന്റെ സബബ് മാത്രമാണ്. ആ സബബ് അല്ലാഹ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഉമ്മയും വാപ്പയല്ല നമ്മൾ ഉണ്ടാക്കിയത്, നമ്മളും അല്ല. പിന്നെ ആരാ? വേറെ ആരോ ആണ്. ആ ആളെ പേരാണ് അല്ലാഹു ജല്ല ജലാലുഹു, പടച്ചവനാണ്. ഇതൊന്നല്ലെങ്കിൽ നാളെ അവർക്ക് വിളിച്ചു പറയേണ്ടി വരും. അല്ലെങ്കിൽ തെളിവില്ലല്ലോ ആരുണ്ടാക്കി. അള്ളാഹുവിന്റെ ലോകമാണിത്. ആ റബ്ബിനെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കുന്നു? ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അവൻ ഏകനാണ്, ഒരു പടച്ചവനേ ഉള്ളൂ. ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ്, ഒരു പ്രധാനമന്ത്രി, ഒരു സ്റ്റേറ്റിന് ഒരു മുഖ്യമന്ത്രി, ഒരു രാജാവ് ഒരു നാടിന്, രണ്ട് രാജാവ് ഒരു നാടിന്, അങ്ങനെ പറ്റുമോ? ശരിയാവില്ല. ഒന്ന്, അള്ളാഹു ഒന്നാണ്, അവൻ വാഹിദാണ്. റബ്ബിന്റെ വഹ്ദാനിയത്തെ വിളിച്ചു പറയുന്ന ഒരു പടച്ചവനുണ്ട് എന്ന് ചെറിയ ചെടിയുടെ ഇലകൾ പോലും പറയുന്നില്ലയോ? നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസം പറയുന്നില്ലേ? നിങ്ങളുടെ കണ്ണുകളും ബ്രെയിനും തലച്ചോറും ശരീരവും വിളിച്ചു പറയുന്നില്ലേ അള്ളാഹുവാണ് ഞങ്ങളെ പടച്ചത് എന്ന്? അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ ആരാ ഉള്ളത്? ഞാനാ പടച്ചെന്ന് പറഞ്ഞ് വരട്ടെ. ആരാ വരുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആദ്യം പറഞ്ഞു സൃഷ്ടിപ്പ് ചെയ്തത് പ്രപഞ്ചമൊന്നാകെ. പിന്നെ പറഞ്ഞു ഖലഖൽ ഇൻസാന, മനുഷ്യനെ പടച്ചത്. മനുഷ്യനെ പടച്ചതും പ്രപഞ്ചത്തെ പടച്ചതും ഒരേ ഒരുത്തനായ അല്ലാഹു. അതുകൊണ്ട് റബ്ബ് തആല അള്ളാഹുവിനെ അറിയാനുള്ള രണ്ട് വഴികൾ, ഒന്ന് മനുഷ്യ ശരീരമാണ്, മറ്റൊന്ന് ഈ പ്രപഞ്ചമാണ്. അതുകൊണ്ട് ആസ്ട്രോണമി പഠിക്കണം, കോസ്മോളജി പഠിക്കണം, വാനലോക ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കണം, ഹ്യൂമൻ അനാറ്റമി പഠിക്കണം, സയൻസ് പഠിക്കണം, മെഡിക്കൽ സയൻസ് പഠിക്കണം, മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കണം. ഇത് രണ്ടും പഠിക്കുന്ന ആളുകൾക്ക് പടച്ചവൻ എന്താണ്, അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്.